ആദ്യമായി നമുക്ക് നമ്മുടെ ഇന്നത്തെ മീറ്റിംഗ് പ്രയർസും കൂടി ആരംഭിക്കാം. അതിനായി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വെല്ലുവിളി വടപറ ഇടവാംഗമായ അലീന സന്തോഷിനെ ക്ഷണിച്ചോളൂ. ദൈവമേ നിൻ തിരു സന്നിധിയിൽ എല്ലാം മറന്നു ഞാൻ നിന്നിടുന്നു. കനിവായി നീ തന്ന മധുരവും കയ്പും കാണിക്കയായി മാത്രം അർപ്പിക്കുന്നു. കാണിക്കയായി നിന്നിലർപ്പിക്കുന്നു. ദൈവമേ നിൻ തിരു സന്നിധിയിൽ എല്ലാം മറന്നു ഞാൻ നിന്നിടുന്നു. കനിവായി നീ തന്ന മധുരവും കയ്പും കാണിക്കയായി നിന്നിലർപ്പിക്കുന്നു. കാണിക്കയായി നിന്നിലർപ്പിക്കുന്നു. ഇതുവരെ ഞാൻ കണ്ട നിൻഹിതത്തെ പൂർണ്ണമായി നേടി ഞാൻ നീങ്ങിടുന്നു. ഇതുവരെ ഞാൻ കണ്ട നിൻഹിതത്തെ പൂർണ്ണമായി നേടി ഞാൻ നീങ്ങിടുന്നു. ഇനി ഏതു ലോകം എന്നെക്കറിയില്ല, നിന്നിലൊന്നായൊരു സ്നേഹമാകാൻ ആ സ്നേഹപാതയിലൊന്നു കൂടാൻ. ദൈവമേ നിൻ തിരു സന്നിധിയിൽ എല്ലാം മറന്നു ഞാൻ നിന്നിടുന്നു. കനിവായി നീ തന്ന മധുരവും കയ്പും കാണിക്കയായി നിന്നിലർപ്പിക്കുന്നു. കാണിക്കയായി നിന്നിലർപ്പിക്കുന്നു. താങ്ക് യു. താങ്ക് യു മോളെ. അടുത്തതായി സ്വാഗത പ്രസംഗത്തിനായി നിലമ്പൂർ സെൻട്രൽ MGS സെക്രട്ടറി ആയിരിക്കുന്ന ഷെബിൻ കെയിനെ ക്ഷണിച്ചോളൂ. അതിനു മുമ്പ് പാട്ട് മാത്രം പോരാ, നമുക്ക് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കൃപ നിറഞ്ഞ മറിയമേ ചൊല്ലും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ അതിന്മോട്ടോ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാവുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാവുന്നു. നിന്റെ വയൽഫലമായ നമ്മുടെ കർത്താവായ യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാണ്. ബുദ്ധിമുള്ളവനെ ഓർത്ത് മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കണ്ടിന്യൂ ചെയ്തു. സ്വാഗത പ്രസംഗത്തിനായി ഷെബിൻ കെയിനെ ക്ഷണിച്ചോളൂ. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിവന്യ തിരുമേനി, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന, മീറ്റിംഗ് ശ്രദ്ധിക്കുന്ന ഏവരുമേ, ദൈവനാമത്തിൽ സ്നേഹവന്ദനം. പ്രത്യേകമായി ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് MGOCism പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി ഒരുമിച്ച് ഇങ്ങനെ ഓൺലൈനായി ഒരു മീറ്റിംഗ് കൂടുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അതിനാൽ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കോവിഡ് വല്ലാതെ കൂടി വരുന്നൊരു സമയം കൂടിയാണല്ലോ ഇത്. പ്രത്യേകമായി പ്രാർത്ഥിക്കുവാനും പൂർണ്ണമായ നിയന്ത്രണങ്ങളോടുകൂടി സഹകരിക്കുവാനും നമുക്ക് ഉത്തരവാദിത്വമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് ഇതുപോലൊരു മീറ്റിംഗ് സംഘടിപ്പിക്കുവാനുള്ള സാഹചര്യമേ നമുക്കുള്ളൂ എന്നുള്ളത് കൊണ്ടും ഈ മീറ്റിംഗിൽ പങ്കെടുക്കുവാനുള്ള മനസ്സ് കാണിച്ച എല്ലാവരോടും പ്രത്യേകമായി ആദ്യമേ ഒരു നന്ദി അറിയിക്കുകയാണ്. ആമുഖമായി ഒരു വാക്ക്. കഴിഞ്ഞ 2 പ്രാവശ്യവും വിശ്വാസപരമായി ഒരുപാട് ചോദ്യങ്ങൾക്ക് കൃത്യമായും വ്യക്തമായി ഉത്തരം നൽകിയത്
അന്നത്തെ നമ്മുടെ സഹായ മെത്രാപ്പോലീത്തയായിരുന്ന അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ സെറാഫിൻ തിരുമേനി ആയിരുന്നുവല്ലോ. ഇന്ന് പരിശുദ്ധ പിതാവ് സഭയുടെ പ്രധാന മേലധ്യക്ഷനായും പരിശുദ്ധ ബാബ തിരുമേനിയായി ചുമതല നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനാൽ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. പരിശുദ്ധ ബാബ തിരുമേനിയുടെ വാക്കുകളിലൂടെ നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിച്ചിരുന്നു എന്നുള്ളത് ഒരുപാട് സന്തോഷിക്കുവാനും തുടർന്നും നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകിക്കൊണ്ട് പരിശുദ്ധ സഭയെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുവാൻ തക്കവണ്ണം ദൈവം കൃപകൾ ചൊരിഞ്ഞ് കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ മൂന്നാമത്തെ ഈ ചോദ്യോത്തര സെക്ഷനിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനായി പ്രത്യേകമായി തയ്യാറെടുത്ത് നമ്മുടെ കൂടെ ഇന്ന് ആയിരിക്കുന്നത് നമ്മുടെ ബാംഗ്ലൂർ ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലീത്തായും നമ്മുടെ മലബാർ ഭദ്രാസനത്തിന്റെ സഹായ മെത്രാപ്പോലീത്തായുമായി ഇരിക്കുന്ന അഭിവന്യ ഡോക്ടർ എബ്രഹാം മാർ സെറാഫിൻ മെത്രാപ്പോലീത്തയാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം MGOCism പ്രസ്ഥാനത്തിന് വേണ്ടി തന്റെ ജീവിതകാലവും തന്റെ പ്രവർത്തനകാലവും പൂർണ്ണമായി മാറ്റിവെച്ച ഏറ്റവും മികച്ച ഒരു തിരുമേനിയാണ് നമുക്ക് നമ്മുടെ കൂടെ ഇന്നിരിക്കുവാൻ തക്കവണ്ണം ലഭിച്ചിരിക്കുന്നത്. വൈദികനായിരുന്ന കാലം മുതൽ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഓടി നടന്ന് പ്രവർത്തിക്കുകയും എല്ലാ ആവശ്യങ്ങളും ക്രമീകരണങ്ങളും ചെയ്യുകയും അത്തരത്തിലുള്ള പ്രവർത്തനത്തിലിരിക്കുമ്പോൾ തന്നെ മെത്രാപ്പോലീത്ത സ്ഥാനത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത തിരുമേനി ഇപ്പോൾ മലബാർ ഭദ്രാസനത്തിന്റെ ചുമതലയിൽ കൂടി പ്രശോഭിക്കുകയാണ്. ഭദ്രാസന MGOCism ഇതുമൂലം ഒരു സന്തോഷകരമായ സമയം കൂടിയാണ് കടന്നു വന്നിരിക്കുന്നത്. ആദ്യമായി ഈ MGOCism മീറ്റിംഗിലേക്ക് ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വന്ന ഞങ്ങളുടെ തിരുമേനി അഭിവന്യ ഡോക്ടർ എബ്രഹാം മാർ സെറാഫിൻ തിരുമേനിയെ ഏറെ സന്തോഷത്തോടെ ഞാൻ എൻ്റെ പേരിലും ഈ പ്രസ്ഥാനത്തിന്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ MGOCism മലബാർ ഭദ്രാസനത്തിന്റെ വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന വന്യനായ ബഹുമാനപ്പെട്ട ബോബി പീറ്റർ അച്ഛൻ. MGOCism മലബാർ ഭദ്രാസനത്തിന് വേണ്ടി ഓടി നടന്ന് പ്രവർത്തിക്കുന്ന ഒരു വൈദിക ശ്രേഷ്ഠനും കൂടിയാണ് അച്ഛൻ. അച്ഛനെയും ഈ മീറ്റിംഗിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ MGOCism മലബാർ ഭദ്രാസനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് MGOCism മലബാർ ഭദ്രാസനത്തിൽ പെടുന്ന 4 യൂണിറ്റുകളുടെ ചുമതല വഹിക്കുന്ന വന്യരായ വൈദിക ശ്രേഷ്ഠരും അവരോടൊപ്പം പ്രവർത്തിക്കുന്ന മറ്റുള്ള വൈദിക ശ്രേഷ്ഠരുമാണ്. എല്ലാവരെയും ഞാൻ ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ MGOCism മലബാർ ഭദ്രാസന സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട അലക്സിനെയും ഞാൻ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ ഒരു ഓൺലൈൻ മീറ്റിംഗ് പൂർണ്ണമായി കൺട്രോൾ ചെയ്യുന്നത് ജെറിയുടെ നേതൃത്വത്തിലുള്ള കത്തീഡ്രൽ മീഡിയ വിംഗ് ആണ്. അവരെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും അതുപോലെ തന്നെ എല്ലാ പ്രവർത്തകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് പ്രത്യേകമായി തിരുമേനിയുമായുള്ള സംവാദത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുവാൻ തയ്യാറായി സജ്ജമായിരിക്കുന്നത് ഡോക്ടർ മെറിൻ ആണ്. മെറിനെയും ഞാൻ ഏറെ സന്തോഷത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിംഗ് കടന്നു വന്ന എല്ലാ വൈദികരെയും അതുപോലെ തന്നെ പ്രവർത്തകരെയും എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിനെയും ഒരിക്കൽ കൂടി ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി MGOCism മലബാർ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ബോബി അച്ഛനെ ക്ഷണിച്ചുകൊള്ളു. അപ്പോൾ ഇന്ന് തിരുമേനി, വന്യ വൈദിക ശ്രേഷ്ഠരെ, പ്രിയമുള്ള MGOCismത്തിന്റെ എല്ലാ പ്രവർത്തകരുമേ, ഞാൻ അധികം വാക്കുകൾ പറയുന്നില്ല. കാരണം നമ്മുടെ മീറ്റിംഗ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ് ക്വസ്റ്റ്യൻ ആൻസർ പ്രോഗ്രാം. അഭിവന്യ തിരുമേനിയുടെ സാന്നിധ്യം തീർച്ചയായിട്ടും നമുക്ക് വളരെ സന്തോഷകരമായിട്ടൊരു കാര്യമാണ്. നമുക്ക് മലബാർ ഭദ്രാസന തിരുമേനി വന്നിട്ട് MGOCismത്തിന്റെ ഒരു മീറ്റിംഗിൽ പങ്കെടുപ്പിക്കാനായിട്ട് ഒരെണ്ണത്തിൽ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. ആ മീറ്റിംഗ് തന്നെ അന്ന് പങ്കെടുത്തവർക്ക് എല്ലാവർക്കും അറിയാം. കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലെ ഒരു മീറ്റിംഗ് ആയിരുന്നു നടത്തിയത്. കുട്ടികളെല്ലാം വളരെ സന്തോഷത്തോടെ പറയുകയുണ്ടായി, തിരുമേനി എത്ര നന്നായിട്ടാണ്, നമ്മുടെ കൂട്ടുകാരെ പോലെ തന്നെയാണല്ലോ തിരുമേനി ഇടപെടുന്നത്, കാര്യങ്ങൾ സംസാരിക്കുന്നതെന്ന്. തിരുമേനി അതുപോലെ MGOCismത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നേതൃത്വം കൊടുത്ത് അതുപോലെ തന്നെയായിരുന്നു. നമുക്ക് തിരുമേനിയുടെ ആ ഒരു പാർട്ടിസിപ്പേഷൻ നമുക്ക് അധികം ലഭിക്കാതെ പോകുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. ഈ കൊറോണയുടെ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ്. എങ്കിലും നമുക്ക് ഇന്നത്തെ ഒരു മീറ്റിംഗിൽ
തിരുമേനി വന്നതിലുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. ഞാൻ 1-2 നിർദ്ദേശങ്ങൾ. നമുക്ക് ഈ 150 പേർക്കാണ് ഇതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഏതാണ്ട് 100 പേരിൽ കൂടുതലായി ഇപ്പൊ തന്നെ. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ ഒരു വീട്ടിൽ നിന്ന് ഒരു ഉപകരണത്തിൽ കയറുന്നത്, ഒന്നിൽ കൂടുതൽ ഉപകരണത്തിൽ കയറുന്നവരുണ്ടെങ്കിൽ, മൊബൈലിലോ ലാപ്ടോപ്പിലോ കയറുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒരെണ്ണത്തിൽ മാത്രം ഒരു വീട്ടിൽ നിന്ന് അറ്റ് എ ടൈം കയറുന്നവർ ഒന്ന് മാറി തരണമേ എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. 2-3 പേര് ഒരുമിച്ച് കൂടി നിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അപ്രകാരം ചെയ്യുവാണെങ്കിൽ ബാക്കിയുള്ളവർക്കും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അങ്ങനെ ദയവായിട്ട് ആ കാര്യം ക്രമീകരണങ്ങൾ ചെയ്യണം. നമുക്ക് ഈ മീറ്റിംഗ് നമുക്ക് ഉടനെ തന്നെ ആരംഭിക്കുകയാണ്. ഞാൻ വാക്കുകൾ പറഞ്ഞ് സമയം കളയുന്നില്ല. ഡോക്ടർ മെറിൻ സൂസനാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. പല ആളുകൾ നമ്മുടെ MGOCSത്തിലെ എല്ലാ വിദ്യാർത്ഥികളും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ആ ചോദിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുടെ പേരും അവർ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഡോക്ടർ മെറിൻ ഇപ്പോൾ ചോദിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് തിരുമേനി ഈ മീറ്റിംഗിൽ അതിൻ്റെ ഉള്ള ആൻസർ നൽകുന്നതായിരിക്കും. ഒരു 4-5 ക്വസ്റ്റ്യൻ, 5-6 ക്വസ്റ്റ്യൻസ് കഴിയുമ്പോൾ ഒരു ചെറിയൊരു ബ്രേക്കിൽ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ അകത്ത് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻ തിരുമേനി പറയുന്ന പ്രകാരം ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ നടത്തിയത് അങ്ങനെയായിരുന്നു. 5-6 ക്വസ്റ്റ്യൻസ് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാനായിട്ടുള്ള ഒരു സമയം കൂടി തരാം. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോവാം. ഓക്കെ, താങ്ക് യു തിരുമേനി. സ്റ്റാർട്ട് ചെയ്യാം. ഒരു ആമുഖം ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഒത്തിരി അധികം സന്തോഷം. കുട്ടികളുമായിട്ടുള്ള ഇന്ററാക്ഷൻ എപ്പോഴും എനിക്ക് സന്തോഷകരമാണ്. ഓൺലൈനിൽ കൂടെ അത് എത്രമാത്രം അതിൻ്റെതായ രീതിയിൽ ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രത്യേകിച്ചും ബോബി അച്ഛനോടും MGOCSമിൻ്റെ ചുമതലയുള്ള മറ്റു വൈദികരോടും ഇന്ന് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരോടും MGOCSM പ്രവർത്തകരോടുമുള്ള പ്രത്യേകമായ സന്തോഷം അറിയിക്കുന്നു. ചോദ്യങ്ങൾ പ്രധാനമായും 2-3 വിധത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ഒരു ടൈപ്പ് ചോദ്യം എന്ന് പറയുന്ന ഉടനെ ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങളാണ്. രണ്ടാമത്തെ ഒരു ടൈപ്പ് ചോദ്യമുണ്ട്, അത് ഉത്തരം ഒരുപക്ഷെ കുറച്ച് കഴിഞ്ഞേ ലഭിക്കുകയുള്ളൂ. മൂന്നാമത്തെ ഒരു ടൈപ്പ് ചോദ്യമുണ്ട്, നമ്മുടെ ആയുഷ്കാലത്തിൽ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കണമെന്ന് നിർബന്ധമില്ല. എങ്കിലും ഞാൻ എല്ലാവരോടും ചോദ്യം ചോദിക്കണം എന്ന് പറയുന്ന ഒരാളാണ്. ഇഫ് യു ഡോണ്ട് ആസ്ക് ക്വസ്റ്റ്യൻസ് യു ഡോണ്ട് ഗ്രോ എന്ന് പറയാറുണ്ട്. നിങ്ങൾ ചോദ്യം ചോദിക്കുന്നവരല്ലെങ്കിൽ നിങ്ങൾ വളർച്ചയില്ലാത്തവരാണ് എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം OVHന് അതൊന്ന് സോർട്ട് ചെയ്ത് എനിക്ക് അയച്ചു തന്നു. ചോദ്യങ്ങളുടെ പെരുമഴ തന്നെയാണ്. ഇന്ന് എല്ലാത്തിനുമൊക്കെ ആൻസർ പറയാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. എന്നാൽ ഇവിടെയുള്ള ഈ ചോദ്യോത്തര പങ്ക്തിയിൽ ഒരു പ്രധാന വിഷയം എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരം എപ്പോഴും എനിക്ക് പറയാൻ സാധിക്കുമെന്ന്. പ്രത്യേകിച്ചും സഭയുടെ വിശ്വാസപരമായ കാര്യങ്ങളിൽ, അതുപോലെ തന്നെ അതിൻ്റെ ഡോക്ട്രിനൽ വിഷയങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരവല്ല. സഭയുടെ ടീച്ചിങ്, സഭയുടെ നിലപാട് എന്താണ് എന്ന് അതിൽ വ്യക്തമാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൂടെ നിങ്ങളുടെ മനസ്സിൽ ഇരിക്കണം. ചോദ്യകർത്താവിൻ്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരു ഉത്തരം ലഭിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും, പ്രത്യേകിച്ചും വിശ്വാസ കാര്യങ്ങൾ. എങ്കിലും ഞാൻ വീണ്ടും എല്ലാവരെയും എൻകറേജ് ചെയ്യുന്ന ചോദ്യങ്ങൾ ചോദിക്കാം. ഇന്നത്തെ ക്രമീകരണം അനുസരിച്ച് ലഭിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ഡോക്ടർ മെറിൻ വായിക്കുകയും ഞാൻ അതിന് ഉത്തരം പറയുകയും ചെയ്യാം. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സബ് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ ബോബേച്ചൻ പറഞ്ഞതുപോലെ ഒരുപക്ഷെ 3-4 ചോദ്യങ്ങൾ കഴിഞ്ഞിട്ട് പൊതുവായിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. അങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കണം എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഞാൻ നിങ്ങളെ എല്ലാവരെയും കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ചോദ്യങ്ങൾ ആരംഭിക്കാം. അനുഷ PG ഫ്രം സെന്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ച്, കണ്ണൂർ. വിശുദ്ധ കുർബാന 1-ാം ഘട്ടം 2-ാം ഘട്ടം എന്നൊക്കെ പറഞ്ഞ് വേർതിരിച്ചിരിക്കുന്നത് എന്തിന്? ശരിക്കും പറഞ്ഞാൽ വിവിധ തലത്തിൽ കുർബാനയെ വേർതിരിക്കാം. ഒന്നാമത്തേത് പ്രീ കമ്മ്യൂണിയൻ, കമ്മ്യൂണിയൻ ആൻഡ് പോസ്റ്റ് കമ്മ്യൂണിയൻ, 3 പ്രധാന പാർട്ടായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ വേണമെങ്കിൽ തിരിക്കുക. അത് ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് തൂയോബ്, പ്രിപ്പറേഷൻ ടൈമാണ്. അത് നിങ്ങൾക്കറിയാം. നമസ്കാരം നടത്തുന്ന സമയത്ത് വൈദികൻ മദ്ബഹായിലേക്ക് പ്രവേശിച്ച് അവിടെ ഒരുക്ക ശുശ്രൂഷ നടത്തുന്നുണ്ട്. അത് ആ സമയത്തേക്ക് പേരുകളൊക്കെ നമ്മൾ നൽകുന്നതും അവിടെ പ്രത്യേകമായിട്ട് പ്രാർത്ഥനകളൊക്കെ നടത്തുന്നതും ആ ഭാഗത്താണ്. രണ്ടാമത്തേതാണ് പരസ്യ ശുശ്രൂഷയാണ്. ആ പരസ്യ ശുശ്രൂഷയാണ് ഇവിടെ എന്ന് പറഞ്ഞ ഒരു ഈശോ മുതൽ നമ്മുടെ അവസാനത്തെ ആ സമാധാനം വരെ. അതിന് ശേഷമുള്ളതാണ് പോസ്റ്റ് കമ്മ്യൂണിയൻ എന്ന് പറയുന്ന ഒരു സെഷനുണ്ട്.
ചില പള്ളികളിലൊക്കെ അത് ചൊല്ലാറുണ്ട്, ചില പള്ളികളിൽ അങ്ങനെ ചൊല്ലാറുണ്ട്. ഇവിടുത്തെ ചോദ്യം എനിക്ക് കൃത്യമായിട്ട് പിടികിട്ടിട്ടില്ല, എങ്കിലും പരസ്യ ശുശ്രൂഷയെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തിരിക്കുന്നത് വിശുദ്ധ കുർബാന. അതിൽ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ലിറ്റർജി ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, എഴുതപ്പെട്ട വചനത്തിന്റെ ശുശ്രൂഷയാണ് നടക്കുന്നത്. അത് നമ്മുടെ വിശ്വാസ പ്രമാണം വരെയുള്ള സമയത്താണ് ആ ശുശ്രൂഷ നിർവഹിക്കുന്നത്. ആദിമസഭയിൽ മാമോദീസ ഏൽക്കുവാനായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവിടം വരെ ആരാധനയിൽ സംബന്ധിക്കുവാനായിട്ടുള്ള അനുവാദമുണ്ടായിരുന്നു. അതിനുശേഷം അവര് ദേവാലയത്തിന് വെളിയിൽ പോവുകയും വാതിലുകൾ അടയ്ക്കുകയും സമാധാന ചുംബനം നൽകിയതിനു ശേഷം പട്ടക്കാരൻ പദവിയിലേക്ക് കയറി അതിന്റെ രണ്ടാമത്തെ ഭാഗം ആരംഭിക്കുകയും ചെയ്യും. അതാണ് ലിറ്റർജി ഓഫ് ദ ബോഡി ആൻഡ് ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അത് സാക്രമെന്റ്. അപ്പൊ രണ്ടും ഘടിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ലിറ്റർജി ഓഫ് ദ റിട്ടൺ, വേദവചനത്തിന്റെ അവിടെയാണ് നമ്മൾ പഴയ നിയമം മുതൽ വായിക്കുന്നു, ലേഖനങ്ങൾ വായിക്കുന്നു, ഏവങ്കേലിയോൻ വായിക്കുന്നു. ഏവങ്കേലിയോനെ തുടർന്ന് അപ്പോൾ തന്നെയായിരുന്നു വചന ശുശ്രൂഷ, പ്രസംഗം നടത്തേണ്ടിയിരുന്നത്. ഇപ്പോൾ അത് നമ്മൾ കുക്കിലിയോന്റെ മധ്യത്തിലൊക്കെയാണ് നടത്തുന്നത്. കാരണം നിങ്ങളിൽ പലരും ആ സമയത്ത് പള്ളിയിൽ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ കൂടെ കേൾക്കണം എന്ന് വിചാരിച്ച് അത് അങ്ങോട്ട് മാറ്റി വെച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ ഏവങ്കേലിയൻ വായിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെയാണ് പ്രസംഗവും നടത്തേണ്ടത്. അത് ലിറ്റർജി ഓഫ് ദ വേർഡ് ഓഫ് ഗോഡിന്റെ ഭാഗമാണ്. അപ്പൊ ആ ഫസ്റ്റ് പാർട്ടിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ അത് സെക്കൻഡ് പാർട്ടിലേക്ക് കോൺഗ്രിഗേഷനെ, സഭയെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു രണ്ട് പ്രധാന ഭാഗമാണ് ഉള്ളത്. എങ്കിലും നമ്മൾ അതിനെ ഒരു എന്നാ പറഞ്ഞു, ഇന്ന സ്ഥലം വരെ, ഇന്ന സ്ഥലം വരെ, ഇന്ന സ്ഥലം മുതൽ എന്നൊന്നും ഒരു സെപ്പറേഷൻ ഇപ്പോൾ നമുക്ക് അത് പറയുവാനായിട്ട് കഴിയുകയില്ല. കാരണം വിശുദ്ധ കുർബാന ഒന്നായിട്ട് തന്നെയാണ് നമ്മൾ. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും, എന്നെ കേൾക്കുന്ന എല്ലാവരോടും, MGOCSMന്റെ കുഞ്ഞുങ്ങൾ എല്ലാവരോടും ഞാൻ പ്രത്യേകം പറയുന്നു, ഇനി തിരുമേനി പറഞ്ഞല്ലോ ഒന്നാമത്തെ ഭാഗം വലിയ പ്രധാനമില്ലാത്തതാണ്, രണ്ടാമത്തേതാണ്. അങ്ങനെ തിരുമേനി പറഞ്ഞിട്ടില്ല. ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ എല്ലാവരും നമസ്കാരത്തിന് വരണം, രാവിലെ തന്നെ വരണം. ഇനി അതിന് കഴിയാത്തവർ ഏറ്റവും കുറഞ്ഞത് വെളിവ് കുറഞ്ഞ ഒരു ഈശോ ചൊല്ലുന്നതിന് മുമ്പ് തന്നെ പള്ളിയിലുണ്ടാകണം. അത് മുതൽ എല്ലാ പ്രാർത്ഥനകളിലും അതിനിടയ്ക്ക് നിങ്ങൾ അലംഭാവത്തോടെ നിൽക്കരുത്. എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്യാനായിട്ട് കഴിയണം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടി എന്നാണ് എൻ്റെ ഒരു വിചാരം. ജോമോൾ പി ജെയ്സൺ, സെന്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ച്, കണ്ണൂർ. യേശു എന്തിനാണ് 30-ാം വയസ്സിൽ സ്ഥാനപ്പെട്ടത്? യേശു ജനിച്ചപ്പോൾ മാമോദീസ നടത്തിയില്ലേ? യേശു മാമോദീസ ഏറ്റില്ല. യേശു പരിച്ഛേദന കർമ്മം ഏറ്റു. യഹൂദനായിരുന്നു യേശുവിന് 8-ാം ദിവസം പരിച്ഛേദന നിർവഹിച്ച് മാമോദീസയ്ക്ക് തുല്യമായ ഒരു ശുശ്രൂഷയാണ് അത് നടത്തിയത്. 30-ാം വയസ്സിൽ എന്തിനാണ് യേശു സ്നാനമേറ്റത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇതുവരെ 30ന്റെ പ്രത്യേകത എന്താണ് എന്നാരും പറഞ്ഞിട്ടില്ല. പിതാക്കന്മാരുടെ എഴുത്തുകളിലും അത്ര അത് ശ്രദ്ധിച്ചിട്ടില്ല. യേശു സ്നാനമേറ്റത് 30-ാം വയസ്സിലാണ് എന്നുള്ളത്. അതെന്തിനാണ് സ്നാനമേറ്റത് എന്നുള്ളത് അത് യോഹന്നാൻ സ്നാപകനോട് കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഇപ്പോൾ സമ്മതിക്ക, സകലവും നിവൃത്തിയാകേണ്ടിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട്. അപ്പൊ അതിന്റെ പൂർത്തീകരണത്തിനായിട്ടാണ് കർത്താവ് സ്നാനമേറ്റത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, കർത്താവേറ്റ സ്നാനം യോഹന്നാനിൽ നിന്നാണ്. യോഹന്നാൻ നൽകിയത് മാനസാന്തര സ്നാനമാണ്. അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം. യോഹന്നാൻ യോർദാനിൽ നൽകിയത് മാനസാന്തര സ്നാനമാണ്. അപ്പോൾ യേശുദമ്പുരാന് മാനസാന്തര സ്നാനം വേണമായിരുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ ചോദിച്ചത്, നിന്നിൽ നിന്ന് ഞാനല്ലേ മാമോദീസ ഏൽക്കേണ്ടത് എന്ന് തിരിച്ചു ചോദിച്ചതിന്റെ കാരണം. അവിടെയാണ് കർത്താവ് പറഞ്ഞത്, ഇപ്പോൾ നീ സമ്മതിക്കാം, ഇതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഏൽക്കുന്ന സ്നാനം എന്ന് പറയുന്നത് തൃത്വനാമത്തിലുള്ള സ്നാനമാണ്. അത് യോഹന്നാൻ നൽകിയ സ്നാനത്തിൽ നിന്ന് വ്യത്യസ്തമായി ക്രിസ്തു നമുക്ക് നൽകിയ സ്നാനത്തിന്റെ വിശുദ്ധ തൃത്വത്തിലുള്ള പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിലുള്ള സ്നാനമാണ് നാം ഏൽക്കുന്നത്. അത് യേശുദമ്പുരാൻ ഏറ്റ സ്നാനം യോഹന്നാനിലുള്ള മാനസാന്തര സ്നാനമാണ് എന്നുള്ളത് കൂടെ ചേർത്ത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് 30 വയസ്സ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ആ ക്വസ്റ്റ്യന്റെ പ്രധാന എംഫസിസ് അതാണ്. എന്തുകൊണ്ടാണ് 30-ാമത്തെ വയസ്സിൽ സ്നാനമേറ്റത് എന്നുള്ളത്. ആ 30 വയസ്സ് എന്നുള്ളത്
അത്ര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമല്ല. യേശുദമ്പുരാൻ മാനസാന്തര സ്നാനത്തിന് വന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. മിനി ഷിബു ഫ്രം കാലിക്കറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നീയല്ലാതെ വേറൊരു പരിശുദ്ധനില്ല എന്ന് നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ നമ്മൾ പറയാറുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ പരിശുദ്ധന്മാരെ വാഴിക്കുന്നത്? ഇത് ഈ മലയാളത്തിലുള്ളൊരു ഭാഷയുടെ പ്രതിസന്ധിയാണ്. ഇംഗ്ലീഷിൽ ആ ബുദ്ധിമുട്ടില്ല. അപ്പൊ ദൈവത്തിന് ഉപയോഗിക്കുന്ന പരിശുദ്ധൻ എന്ന് പറയുന്ന വാക്ക് ഇംഗ്ലീഷിൽ ഹോളി എന്നുള്ളതാണ്, ഹോളിനെസ്. എന്നാൽ ബാക്കിയുള്ളവർക്ക് ഉപയോഗിക്കുന്ന വാക്ക് സെയിന്റ് എന്നാണ്. അപ്പോൾ സെയിന്റ് ഗ്രിഗോറിയോസ് ഓഫ് പരുമല. ദൈവത്തിന് മാത്രമേ ഹോളി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഈ പരിശുദ്ധൻ എന്ന് നമുക്ക് പറയുമ്പോൾ തത്തുല്യമായ മറ്റു മലയാള പദം ഇല്ലാത്തതിനാൽ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ നമ്മുടെ സഭയുടെ വിശ്വാസം അനുസരിച്ച് ഗോഡ് ഈസ് ഹോളി. നമ്മൾ ക്രിസ്ത്യൻസ് എല്ലാവരും സെയിൻസ് ആണ്. അപ്പോൾ ആ വ്യത്യാസം ഒരു ഭാഷയുടെ പ്രതിസന്ധിയാണ്, ലിംഗ്വിസ്റ്റിക് ഇഷ്യൂ ആണ്, അതല്ലാതെ ഒരു ടീച്ചിങ്ങിന്റെ പ്രശ്നമല്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. എന്തുകൊണ്ടാണ് നമ്മുടെ സഭയിൽ രൂപങ്ങൾക്ക് പകരം ഐക്കൺ ഉപയോഗിക്കണം എന്ന് പറയുന്നത്? രണ്ടും കലാരൂപമാണ്. രണ്ടിന്റെയും ഉദ്ദേശം ഒന്ന് തന്നെയാണോ? ക്രിസ്ത്യാനിറ്റിയിൽ 3 പ്രധാന സ്ട്രീമുകളുണ്ട്. 3 ഡിവിഷൻസ്. ഒന്നാമത്തേത് ഓർത്തഡോക്സ് വേ ഓഫ് ലൈഫ്, രണ്ടാമത്തേത് കാത്തലിക്, മൂന്നാമത്തേത് പ്രൊട്ടസ്റ്റന്റ്. പ്രൊട്ടസ്റ്റന്റ് ഇതിനകത്ത് തന്നെ ധാരാളം ഉപവിഭാഗങ്ങളുണ്ട്. പെന്തക്കോസ്റ്റൽ ഗ്രൂപ്പ്സ് ധാരാളമായിട്ട് ഉണ്ട്. അപ്പോൾ ഓരോ വിഭാഗത്തിൻ്റെയും ആരാധനാ രീതിയും അനുഷ്ഠാനങ്ങളും നിഷ്ഠകളും വ്യത്യസ്തമാണ്. ഐക്കൺ എന്ന് പറയുന്നത് ഇപ്പോൾ അത് ഓർത്തഡോക്സ് സഭകളിൽ പ്രചാരത്തിലിരിക്കുന്ന ചിത്രങ്ങളാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ പള്ളികളിലും വീടുകളിലുമെല്ലാം കാത്തലിക് ചിത്രങ്ങളാണ് ഇപ്പോൾ ഉപയോഗിച്ചുള്ളത്. നമുക്ക് അതിനെക്കുറിച്ച് വലിയ അറിവില്ലാത്തത് കൊണ്ട് സംഭവിച്ചതാണ്. കാത്തലിക് ട്രഡീഷനിലുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ പലയിടത്തും ഉപയോഗിച്ചിരിക്കുന്നത്. വീടുകളിലൊക്കെ ആണെങ്കിലും ഹൃദയങ്ങളുള്ള കർത്താവിൻ്റെ പടം, മാതാവിൻ്റെ പടം, ഇതെല്ലാം ഒരു കാത്തലിക് ട്രഡീഷനിൽ നിന്നാണ്. പ്രൊട്ടസ്റ്റന്റ് ട്രഡീഷനിൽ അധികം സിംബൽസ് ഇല്ല, അതുകൊണ്ട് അവർക്കിതൊരു വിഷയമല്ല. അപ്പൊ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ കാത്തലിക് ട്രഡീഷനിൽ പെട്ടതാണ് ഈ പറയുന്ന രൂപങ്ങൾ. നമുക്ക് രൂപങ്ങൾ, ഇതൊരു കലാരൂപമല്ല, ആരാധനയുടെ ഭാഗമായി നമ്മൾ അതിനോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒന്നാണ്. എന്നാൽ അതും നാം അവരുടെ സാന്നിധ്യം നമുക്ക് മനസ്സിലാകത്തക്കവണ്ണമുള്ള പ്രതീകങ്ങൾ നമുക്ക് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ധാരാളം പ്രതീകങ്ങളുണ്ട്. കുരിശുണ്ട്, മെഴുതിരിക്കാലുണ്ട്, ഇതെല്ലാം പ്രതീകങ്ങളായി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് നമുക്ക് ചിത്രങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ സാന്നിധ്യം കൂടെ നാം സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട് എന്ന് എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആരാധനയ്ക്കും ജീവിതത്തിനും മുഴുവനും അത്തരത്തിലുള്ള ഒരു സാന്നിധ്യം നാം അനുഭവിക്കുന്നു എന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നതിനാണ് ഐക്കൺസ്. ഐക്കൺ എന്ന് പറയുന്നത് ഓർത്തഡോക്സ് പാരമ്പര്യത്തിലുള്ള ചിത്രങ്ങളാണ്. കാത്തലിക് പാരമ്പര്യത്തിൽ അവർക്ക് ചിത്രങ്ങളോടൊപ്പം തന്നെ രൂപങ്ങളുണ്ട്. അപ്പോൾ രൂപത്തെ അവർ നമിക്കുന്നു അല്ലെങ്കിൽ ആരാധിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടെ കത്തോലിക്ക സഭയ്ക്ക് ഉണ്ട്. രൂപങ്ങൾ എഴുന്നള്ളിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്കത് നമ്മുടെ ട്രഡീഷനിൽ ഉള്ളതല്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. നമുക്കുള്ളത് പ്രത്യേകിച്ച് സിറിയൻ ട്രഡീഷനിൽ അധികം ചിത്രങ്ങൾ പോലും അങ്ങനെ ഉപയോഗിച്ചിട്ട് ഉള്ളതായിട്ട് തോന്നുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഓർത്തഡോക്സ് സഭകളിലും 2 കുടുംബങ്ങളാണുള്ളത്. ഒന്ന് ബൈസന്റൈൻ അല്ലെങ്കിൽ ഈസ്റ്റേൺ ചർച്ചസ് എന്ന് പറയാം, ഗ്രീക്ക്, റഷ്യൻ തുടങ്ങിയ സഭകൾ ചേരുന്ന ബൈസന്റൈൻ ചർച്ചസ്. രണ്ടാമത്തേത് നമ്മൾ ഉൾപ്പെടുന്ന ഓറിയന്റൽ ഓർത്തഡോക്സ് ചർച്ചസ് ആണ്. നമ്മുടെ മലങ്കര സഭ, അതുപോലെ തന്നെ അർമേനിയൻ, എത്യോപ്യൻ, കോപ്റ്റിക്, ഈജിപ്ഷ്യൻ, ഇങ്ങനെ തുടങ്ങിയ ചർച്ചകൾ ചേർന്ന ഓറിയന്റൽ ചർച്ചസ് ഉണ്ട്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിത് വളരെ ലേറ്റായിട്ട്, ഒരു പക്ഷേ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ കാലം
അതിനുശേഷം കുറെ കൂടെ ഇതിന് ശക്തി പ്രാപിച്ചു വന്നത് കോട്ടയത്തുള്ള അഭിവന്ദനായ കാലം ചെയ്ത ഭാഗ്യസ്മരണാർഹനായ ഗ്യൂറീസ് മാർ ഈവേനിയസ് തിരുമേനിയുടെ കാലം മുതലാണ് ഇത് നമ്മൾ കുറെ കൂടെ ശക്തമായിട്ട് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അതിനു മുമ്പ് അങ്ങനെ അതെന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു അവയർനെസ്, നമ്മുടെ ഒരു അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ലഭ്യമായതിനെ ഉപയോഗിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോഴും നമ്മുടെ പള്ളികളിലൊക്കെ പലയിടത്തും ഇരിക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ ഒരു കാതലിക് പെർസ്പെക്റ്റീവിൽ ഉള്ള ചിത്രങ്ങളാണ്. അത് കുറേശ്ശെ മാറി വരുന്നു എന്ന് കാണുന്നതിൽ എനിക്ക് ഒത്തിരി അധികം സന്തോഷമുണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞത് മാക്കാങ്കുന്ന് കൺവെൻഷന്റെ കഴിഞ്ഞതിന് മുമ്പിലത്തെ ആണെന്ന് തോന്നുന്നു. അതിന്റെ ഒരു പ്രധാന സമ്മേളനത്തിൽ ഇന്ത്യക്ക് വെളിയിൽ നിന്ന് കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയിൽ നിന്ന് ഒരു ആള് വന്നിരുന്നു, ഒരു മെത്രാപ്പൊലിത്ത വന്നിരുന്നു. അദ്ദേഹം നമ്മുടെ ചില ചിത്രങ്ങൾ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് ചെവിയിൽ പറയും, ദീസ് ആർ ഓൾ കാതലിക് പിക്ചേഴ്സ് എന്ന് എൻ്റെ ചെവിയിൽ. അവർക്കിതൊന്നും ദഹിക്കുകയില്ല, കാരണം അവർ ആ ഒരു ട്രഡീഷനിൽ വളർന്നു എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് നമ്മുടെ പള്ളികളിലും ഒക്കെ, പ്രത്യേകിച്ച് ഞാൻ പുതുതായിട്ട് പണിയുന്ന പള്ളികളിലൊക്കെ വളരെയധികം ശക്തമായിട്ട് പറയുന്നുണ്ട് ഐക്കൺസ് വെച്ച് തുടങ്ങണം എന്നുള്ളത്. എന്നാലും കാതലിക് ട്രഡീഷനിലുള്ള പിക്ചേഴ്സ് വെക്കുന്നതിനേക്കാൾ നല്ലത് ഐക്കൺസ് ആണ്. പക്ഷെ നമ്മൾ ഇപ്പോഴും പറ്റിയിരിക്കുന്ന ഒരു പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ, മറ്റെല്ലാ ഓർത്തഡോക്സ് സഭകളിലും അവരവരുടെ സഭയുടെ ഐക്കണോഗ്രഫി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഗ്രീക്ക് ചർച്ചിൻ്റെതും അതുപോലെ തന്നെ എത്യോപ്യ പോയ എത്യോപ്യൻ ചർച്ചിൻ്റെ അങ്ങനെ ഒരു ഡെവലപ്മെന്റ് നമ്മുടെ സഭയിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ തുടക്കം നാഗ്പൂർ സെമിനാരിയിൽ നിന്നും ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതുകൂടെ ചേർത്ത് ഞാൻ പറയുകയാണ്. അനുഷ അക്സ ഫ്രം കണ്ണൂർ. മാമോദീസ സമയത്ത് പെൺകുട്ടികളെ മദ്ബഹായിൽ കയറ്റുന്നു. പിന്നീട് എന്തുകൊണ്ടാണ് പെൺകുട്ടികളെ മദ്ബഹായിൽ പ്രവേശിക്കാൻ അനുവദിക്കാത്തത്? മദ്ബഹായിൽ പ്രവേശിക്കുന്ന പെൺകുട്ടികളെ പിന്നീട് എന്തുകൊണ്ട് പ്രവേശിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. പക്ഷെ അതൊരു പട്ടത്വത്തിന്റെ ഭാഗമായിട്ടാണ് മദ്ബഹായിലെ പ്രവേശനം. ഓർത്തഡോക്സ് സഭകളുടെ പാരമ്പര്യത്തിൽ സ്ത്രീകൾക്ക് പൗരോഹിത്യം നൽകുന്ന രീതിയില്ല. അത് സഭയുടെ ഒരു പാരമ്പര്യവും വിശ്വാസവുമാണ്. അതെന്താണ് എന്ന് ചോദിച്ചാൽ അതിനൊരു കൃത്യമായ ഉത്തരം നൽകുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഞാനത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. യേശുതമ്പുരാനായിരുന്നു ഏറ്റവും വലിയ റെവല്യൂഷൻസ് കൊണ്ടുവന്ന ആള്. അദ്ദേഹം എല്ലാ സമയത്തും പാപികളോട്, സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെട്ടവരോടൊക്കെ ചേർന്ന് നിന്നു. എന്നാൽ രണ്ട് കാര്യങ്ങളിൽ മാത്രം സുവിശേഷത്തിൽ പറയുന്നു. ഒന്ന്, അദ്ദേഹം അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ സ്ത്രീകളെ എടുത്തില്ല. എന്തുകൊണ്ട്? ആ ചോദ്യത്തിന് നമുക്ക് ഉത്തരമില്ല, പക്ഷെ കർത്താവ് എടുത്തില്ല. രണ്ടാമത്തേത്, വിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ, സിയോൻ മാളികയിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോഴും സ്ത്രീകളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് നമുക്കറിയില്ല. ആ പാരമ്പര്യം തന്നെ ഓർത്തഡോക്സ് സഭകൾ തുടരുന്നു. വൈ എന്നുള്ള ഒരു ചോദ്യത്തിന് കർത്താവിന് ഒരു ഉത്തരം നമുക്ക് നൽകിയിട്ടില്ല. സുവിശേഷങ്ങളിലൊന്നും നമുക്കില്ല. നമ്മളൊരു പാരമ്പര്യം, കർത്താവ് സ്ഥാപിച്ച ആ പാരമ്പര്യം നമ്മൾ തുടരുന്നതിനാൽ തുടർന്ന് സ്ത്രീകൾക്ക് മദ്ബഹായിലേക്കുള്ള എന്ന് പറഞ്ഞാൽ കൈവപ്പ് നൽകിയാണ് ഒരാളെ മദ്ബഹായിലെ ശുശ്രൂഷയ്ക്ക് പ്രവേശിക്കുന്നത്. അത് പൗരോഹിത്യത്തിന്റെ ആദ്യ പടിയാണ്. നമുക്കെല്ലാവർക്കും മാമോദീസയിലൂടെ ലഭിച്ചിരിക്കുന്ന രാജകീയ പുരോഹിത വംശത്തിന്റെ എല്ലാ പ്രിവിലേജസും എല്ലാവർക്കും ഉണ്ട്. ആ നിലയിലാണ്. എൻ്റെ ചെറുപ്രായത്തില് പെൺകുട്ടികളെ മദ്ബഹായിൽ പ്രവേശിപ്പിക്കുകയില്ലായിരുന്നു മാമോദീസയ്ക്ക് ശേഷവും. എന്നാൽ അതിനുശേഷം പരിശുദ്ധ സുന്നഹദോസിൽ അങ്ങനെ ആലോചനയും തീരുമാനവും ഉണ്ടായി പെൺകുട്ടികളെ മദ്ബഹായിൽ പ്രവേശിപ്പിക്കുന്നുണ്ട്. എന്നാൽ അവരെ പൗരോഹിത്യ ശ്രേണിയിലേക്കുള്ള ആ ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. അതിന്റെ റീസണാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. നമുക്ക് ഇതുവരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടുതൽ വിശദീകരണങ്ങൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് ചോദിക്കാം കേട്ടോ. ഈ സമയത്ത് എന്തെങ്കിലും ഡൗട്ട്സ്, വിശദീകരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ബിന്ദു സൂസൻ ഹാൻഡ്
കൈ ഉയർത്തിയിട്ടുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കാം. അൺമ്യൂട്ട് ചെയ്യണം. ജോസൂസിന്റെ എനിക്ക് തോന്നുന്നു മ്യൂട്ടാണ്. അൺമ്യൂട്ട് ചെയ്യണം. എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ചോദിച്ചോളൂ. കർത്താവ് എന്തിനാണ് മാനസാന്തരത്തിന്റെ ശുശ്രൂഷ യോഹന്നാനിൽ നിന്ന് ഏറ്റത്? അത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഇപ്പോൾ സമ്മതിക്കാം, സകല ഇതും നിവൃത്തിയാകണം എന്ന് പറഞ്ഞാണ് ഏറ്റത്. സകലതും നിവൃത്തിയാകണം എന്നതിന്റെ ഒരു എക്സ്പ്ലനേഷൻ കിട്ടിയാൽ കൊള്ളായിരുന്നു. അത് വളരെ ദീർഘമായി സംസാരിക്കേണ്ട വിഷയമാണ്. എനിക്കൊന്ന് പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളുടെ ഈ ക്ലാസ്സിൽ അത് അത്ര എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് ഇപ്പോൾ നമുക്ക് സമയവുമില്ല. അത് എന്തായാലും ഒരു പ്രവചനങ്ങളുടെ നീതി നിർവഹണത്തിന്റെ ഭാഗമായുള്ള ഒരു പൂർത്തീകരണം മാത്രമാണ് അവിടെ നടക്കുന്നതെന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ സാധിക്കുന്നു. ശരി, പിന്നെ അതിനെ കുറിച്ച് സംസാരിക്കാം. തിരുമേനി പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. പഴയ നിയമത്തില് കുറെ അതിനുള്ള റെഫറൻസ് ഒക്കെ ഉണ്ട്. അത് കുറച്ച് കൂടുതലായിട്ട് അതിനെ കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തിരുമേനി അത് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ചോദിച്ച് സംസാരിക്കാം. അതെ. പഴയ നിയമത്തിലെ പ്രവചന പൂർത്തീകരണമാണ്. അതുകൊണ്ടാണ് ഇത് സമ്മതിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഈ ചോദിച്ച ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. രാജൻ മാത്യു ചോദിച്ചോളൂ. തിരുമേനി, ഞാൻ ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ 30 വയസ്സിന്റെ ഇമ്പോർട്ടൻസ്. പഴയ നിയമത്തില് 30-ാം വയസ്സിലെ പൗരോഹിത്യം കൊടുക്കുമായിരുന്നു. അങ്ങനെ അതുകൊണ്ടാണ് 30 വയസ്സിൽ കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ ഇല്ലയോ? ആ ഇന്റർപ്രിട്ടേഷൻ പറഞ്ഞാൽ പിന്നെ കർത്താവ് പുരോഹിതനല്ലായിരുന്നു എന്ന് വരും. ഓ ശരി, സോറി. ഓക്കെ, അങ്ങനെ നമുക്ക് ഇന്റർപ്രിട്ട് ചെയ്യാനൊക്കില്ല. കർത്താവ് രാജാവും പുരോഹിതനും പ്രവാചകനുമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇനി ആർക്കൊന്നും ഇല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മരണേ. എബിൻ ഫ്രം സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ച്, കാഞ്ഞിക്കോട്. എന്തുകൊണ്ടാണ് ദുഃഖ വെള്ളിയാഴ്ച കബറടക്കുന്ന ത്രോണോസിലെ ചിത്തോല ഉൾപ്പെടെ എല്ലാം ത്രോണോസിൽ നിന്ന് മാറ്റുന്നത്? അതിനുള്ള ഒറ്റ വാക്കിലെ ഉത്തരം ദുഃഖസൂചകമായിട്ടാണ്. മരണത്തോടനുബന്ധിച്ച് പ്രകൃതി തന്നെ വ്യത്യാസപ്പെട്ടു എന്നുള്ളത് നമുക്കറിയാം. അത് സിംബോളിക്കായിട്ട് റെപ്രസെന്റ് ചെയ്യുവാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ കബറടക്കുന്ന ത്രോണോസിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനായിട്ട് സാധിക്കില്ല. ശരിക്കും പറഞ്ഞാൽ ആ മദ്ബഹായിലേക്ക് ഉയർപ്പിന്റെ സമയം വരെ പ്രവേശനം പോലും വളരെ ലിമിറ്റഡായിട്ട് മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. ആ നിലയിൽ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്. ആ പ്രത്യേക സാഹചര്യത്തെ സിംബോളിക്കായിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണ്. എല്ലാ ആഡംബരങ്ങളും മാറ്റി അതിൻ്റെ ദുഃഖസൂചകമായി ആ ക്രമീകരണങ്ങൾ ചെയ്യുകയാണ് ഇവിടെ. തന്നെയല്ല, ആ ത്രോണോസിൽ കുർബാന അർപ്പിക്കുന്നില്ല എന്നുള്ളതും അതിൻ്റെ ഒരു കാരണമാണ്. കുർബാന അർപ്പിക്കണമെങ്കിൽ സ്ലീബായും അതുപോലെ തന്നെ മെഴുകുതിരിക്കാലുകളും തിരിക്കൂട്ടും മറ്റു കാര്യങ്ങളും ഒക്കെ വേണം. ആ നിലയിലും അങ്ങനെ ഒരു മാറ്റം അവിടെ ഉണ്ടാവുകയാണ്. ക്രിസ്റ്റ റേച്ചൽ ജോൺസൺ ഫ്രം സെന്റ് മേരീസ് എടകര. ഓർത്തഡോക്സ് വിശ്വാസപ്രകാരം നമ്മുടെ നേർച്ചകൾ അക്രൈസ്തവർക്ക് കൊടുക്കുന്നത് തെറ്റാണോ? അതുപോലെ തന്നെ അവരുടെ അരവണ പോലുള്ള പ്രസാദം നമ്മൾ ഭക്ഷിക്കുന്നത് തെറ്റാണെന്ന് കേട്ടിട്ടുണ്ട്. ഇത് ശരിയാണ്? ഈ ആർക്ക് വേണമെങ്കിലും നമ്മുടെ നേർച്ച കൊടുക്കാം. കുർബാന
കൂതാശകൾ കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ പറയാതെ തന്നെ നേരത്തെ മുതൽ തന്നെ നമ്മുടെ നേർച്ച വിതരണം മറ്റുള്ളവർക്കും ലഭ്യമായിരുന്നു. അതുകൊണ്ട് അത് ചെയ്യാവുന്നതാണ്. അവരുടേത് നമുക്ക് കഴിക്കാൻ സാധിക്കുമോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. അത് അറിയണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 8-ാം അധ്യായത്തിലാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ ഉള്ളത്. 1 Corinthians chapter 8 ആണ്. നിങ്ങളത് സാവകാശം അത് വായിക്കാം. അതിനകത്ത് ഒന്നാമത് പറയുന്ന 8-ാമത്തെ അധ്യായത്തിലെ വിഗ്രഹത്തിന് അർപ്പിച്ച ബലി, അതിൻ്റെ ഭാഗമായി വരുന്നത് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നു. എന്നാൽ അവിടെ തന്നെ പൗലോസ് ശ്ലീഹ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, ആഹാരം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല, തിന്നാഞ്ഞാൽ നമുക്ക് നഷ്ടമില്ല, തിന്നാൽ ആദായവുമില്ല. എന്നാൽ തിന്നരുതെന്ന് പറയുന്നതിന് റീസൺ 1 കൊരിന്ത്യർ 8-ാം അധ്യായത്തിന്റെ 10-13 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. വിശ്വാസത്തിൽ കുറവുള്ള ഒരാൾ, ഒരു വിശ്വാസി ഇത്തരത്തിലുള്ള ബലിയർപ്പിതം എന്ന് പറഞ്ഞാൽ വിഗ്രഹാർപ്പിതം ഭക്ഷിച്ചാൽ വിശ്വാസത്തിൽ കുറവുള്ളവന്റെ വിശ്വാസത്തെ അത് ബാധിക്കും എന്നതിനാൽ കഴിക്കരുത് എന്ന് പൗലോസ് ശ്ലീഹ അവിടെ ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ വിഗ്രഹത്തിൽ അർപ്പിച്ചത് കഴിക്കാൻ പാടില്ല, വിഗ്രഹത്തിന് ബലി കൊടുത്തത് കഴിക്കാനായിട്ട് പാടില്ല. അതോടൊപ്പം തന്നെ അങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ അത് വിശ്വാസത്തിൽ പൂർണ്ണതയില്ലാത്തവരുടെ വിശ്വാസത്തെ ദുർബലപ്പെടുത്തും എന്നുള്ളത് കൊണ്ട് പബ്ലിക്കായിട്ട് അത് ഉപയോഗിക്കരുത്, കഴിക്കരുത് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഒരു ഭക്ഷണം എന്നുള്ള നിലയിൽ ഒരാൾക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് കഴിക്കുന്നതിന് ഒരു എതിർപ്പ് ഈ പറയുന്ന അധ്യായത്തിൽ പൗലോസ് ശ്ലീഹ നമ്മെ പറയുന്നില്ല. ഞാൻ പറഞ്ഞ റീസൺസ് ആണ് പ്രധാനമായിട്ടും പൗലോസ് ശ്ലീഹ അതിനകത്ത് എംഫസൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ നേർച്ച എല്ലാവർക്കും കൊടുക്കാം, അവരുടേത് കഴിക്കാതിരിക്കുകയാണ് നല്ലത് എന്ന് തന്നെ ഞാൻ പറയും. സ്നേഹപൂർവം വേണ്ട എന്ന് പറയാം. അത് ഇപ്പൊ എനിക്ക് തോന്നുന്നു കോഴിക്കോട്, മലപ്പുറം മേഖലകളിലൊക്കെ തീർച്ചയായിട്ടും അവിടെയുള്ള മറ്റ് മതത്തിലെ സഹോദരങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നുണ്ടെങ്കിൽ ഒരു ഭക്ഷണം എന്നുള്ള നിലയിൽ കഴിക്കാം. അതിനങ്ങേപ്പുറത്തേക്ക് അത് ഒരു വളരെ സാക്രമെന്റലാണ് എന്ന് പറഞ്ഞു തന്നാൽ ഒരിക്കലും അത് നമുക്ക് കഴിക്കാൻ സാധിക്കുകയില്ല എന്ന് തന്നെയാണ് എൻ്റെ ഇത്. ഫെമി മേരി ജോൺ, ശലോമോന്റെ ഉത്തമ ഗീതം നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ നിന്ന് നാം എന്ത് പഠിക്കണം? ഉത്തമഗീതത്തിൽ പ്രധാനമായിട്ടും ഉള്ളത് ഭാര്യഭർത്തൃ ബന്ധത്തിന്റെ ആഴത്തെയും പവിത്രതയും കുറിച്ചാണ്. എന്നാൽ പിതാക്കന്മാർ അതിനെ ഉത്തമഗീതത്തിലെ ആ ബന്ധത്തെ വ്യാഖ്യാനിക്കുന്ന അതും ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ ആയിരുന്നു ഇനി സംഭവിക്കാൻ പോകുന്നത്. ക്രിസ്തു മണവാളൻ, സഭ മണവാട്ടി, ക്രിസ്തുവും മണവാട്ടി സഭയും തമ്മിലുള്ള ആഴമായ ബന്ധത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണ് ആ പുസ്തകത്തെ പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് പ്രധാനമായും അതിനകത്തുള്ള ചിന്ത എന്ന് പറയുന്നത് രണ്ടും ആധ്യാത്മികമാണ്. കുടുംബ ബന്ധത്തിൽ ഭാര്യയും ഭർത്താവും, മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധവും, അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ആധ്യാത്മിക തലത്തിൽ ക്രിസ്തുവും മണവാട്ടി സഭയും തമ്മിലുള്ള ആഴമായ ബന്ധത്തെക്കുറിച്ചാണ്, പവിത്രമായ സ്നേഹത്തെക്കുറിച്ചാണ് അത് പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ വിവാഹ കൂദാശയിലൊക്കെ അതിൽ നിന്നുള്ള ഗാനങ്ങൾ ചേർത്തിട്ടുണ്ട്, പ്രാർത്ഥനകളൊക്കെ അതിനകത്തു നിന്നുള്ളതുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അക്സ റോയ് ഫ്രം കാലിക്കറ്റ്, 7 എന്ന അക്കം വിശുദ്ധ വേദപുസ്തകത്തിൽ പല പ്രാവശ്യം കാണുന്നുണ്ട്. 7 എന്ന അക്കത്തിന് വല്ല പ്രാധാന്യമുണ്ടോ? ഉണ്ട്. 7, 70 തുടങ്ങിയത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. 7മായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പൂർണ്ണതയുടെ അടയാളമായിട്ടാണ് വിശുദ്ധ വേദപുസ്തകം.
പൂർണ്ണത. 7-ാം ദിവസമാണ് സൃഷ്ടികളുടെ കർമ്മം പൂർത്തീകരിച്ച് ശബത്ത് ആചരിച്ചത്. അതുപോലെ തന്നെ കുഷ്ഠരോഗിയോട് ഏലിയ പ്രവാചകൻ പറയുന്നത്, നീ 7 പ്രാവശ്യം യോർദാനിൽ മുങ്ങുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് 7-ഉം 70-ഉം അല്ലെങ്കിൽ 7-ന്റെ ഗുണിതങ്ങളായി വരുന്നത്, പ്രത്യേകിച്ചും 7 പൂർണ്ണതയുടെ അടയാളമായി, പൂർണ്ണതയുടെ നമ്പറായിട്ടാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ പാരമ്പര്യത്തിൽ കാണുന്നത്. ഏഴ് ദിവസം കൊണ്ട് സൃഷ്ടി പൂർണ്ണമായതുകൊണ്ടാണ് തോന്നുന്നു 7-ന് ഒരു പൂർണ്ണതയുടെ സംഖ്യ ആയിരുന്നു തോന്നുന്നു. സെലിബ്രേഷൻ ഓഫ് ലൈഫ് ആണ്. അതെ. 7 പ്രാവശ്യത്തെ പ്രാർത്ഥന, 7 യാമങ്ങളിലെ പ്രാർത്ഥന, അത് സങ്കീർത്തനത്തിലുള്ളതാണ്. 7 യാമങ്ങളിലെ പ്രാർത്ഥന, അതെല്ലാം ഒരു പൂർണ്ണ സൈക്കിള് തീരുന്ന സംവിധാനമാണ്. അടുത്ത ചോദ്യം ചോദിച്ചു. മാംസരക്തങ്ങൾക്ക് സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല എന്ന് ബൈബിളിൽ പ്രസ്താവിക്കുന്നു. 1 കൊരിന്ത്യർ 15:50. പിന്നെ എങ്ങനെയാണ് വീണ്ടെടുക്കപ്പെട്ടവർ മാംസവും അസ്ഥിയും ഉള്ളവരാണെന്ന് പറയുന്നത്? അതിനാണ് റിസറക്റ്റഡ് ബോഡി എന്ന് പറയുന്നത്. ഈ മാംസത്തിനും രക്തത്തിനും ഇപ്പോൾ നമുക്കുള്ളതിന് സ്വർഗരാജ്യത്തിൽ കടക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് നമ്മൾ തിരികെ മണ്ണിലേക്ക് ചേരും. പക്ഷെ ഇനി ഉയർത്തെഴുന്നേൽക്കും, കർത്താവിന്റെ 2ാമത്തെ വരവിൽ ഉയർത്തെഴുന്നേൽക്കും. ആ ഉയർത്തെഴുന്നേൽക്കുന്ന ശരീരം അത് കർത്താവ് കാണിച്ചു തന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ എന്നാ പറഞ്ഞേ, അതിന്റെ മോഡൽ എന്ന് മാത്രം പറഞ്ഞാൽ പറ്റില്ല. അങ്ങനെയാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ശരീരം, റിസറക്റ്റഡ് ബോഡി. ലാസർ ഉയർത്തെഴുന്നേറ്റു, പക്ഷെ റിസറക്റ്റഡ് ബോഡി അല്ലായിരുന്നു. വീണ്ടും അതുകൊണ്ടാണ് ലാസർ മരിച്ചത്. കർത്താവിൻ്റെ അത് റിസറക്റ്റഡ് ബോഡിയാണ്. അടച്ചിട്ടിരിക്കുന്ന വാതിലുകൾക്കകത്തുകൂടെ അകത്ത് വരുവാനും ശിഷ്യന്മാരോടൊപ്പം പ്രാതൽ ഭക്ഷിക്കുവാനും ഒക്കെ കഴിഞ്ഞ ഒരു റിസറക്റ്റഡ് ബോഡിയെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ ഈ ശരീരം വിത്ത് വീണ് അഴുകിയെങ്കിൽ മാത്രമേ അത് നിത്യരാജ്യത്തിലേക്ക്, നിത്യജീവനിലേക്ക് മുള പൊട്ടുകയുള്ളൂ. അത് ഒരു ഉയർത്തെഴുന്നേറ്റ ബോഡിയാണ്, റിസറക്റ്റഡ് ബോഡിയാണ് എന്നുള്ളത് ഓർക്കുക. ആ നിലയിലായിരിക്കും നമ്മൾ കർത്താവിന്റെ 2ാമത്തെ വരവിൽ ഉയർത്തെഴുന്നേൽക്കുന്നത് എന്നുള്ളത്. പോൾസൺ ഫ്രം കാലിക്കറ്റ്. യോഹന്നാൻ ഉപയോഗിച്ച വെട്ടുക്കിളി എന്താണ്? എന്തായാലും അത് ഒരു പക്ഷിയല്ല എന്നുള്ളതാണ് ഞാൻ വിവിധ വ്യാഖ്യാനങ്ങളിൽ വായിച്ചിട്ടുള്ളത്. അതും ഒരു വൃക്ഷമായിരുന്നു, വൃക്ഷത്തിന്റെ ഫലമായിരുന്നു എന്നുള്ളതാണ് വേദപുസ്തക വ്യാഖ്യാതാക്കൾ നൽകുന്ന ഉത്തരം. എന്തായാലും അതൊരു പക്ഷിയല്ലായിരുന്നു, മാംസമല്ലായിരുന്നു എന്നാണ് ഞാൻ വായിച്ചിടത്തു നിന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. ബ്രേക്ക് കൊടുക്കാം അല്ലേ? ഈ ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇത്രയും നേരം ചോദിച്ച ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും വിശദീകരണം, ഉത്തരങ്ങൾക്ക് എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം. ഒന്നുമില്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ഏഞ്ചൽ ലോബൻ ഫ്രം കാലിക്കറ്റ്. ഹാഷ ആഴ്ചയിലെ ബുധനാഴ്ചയിൽ പറയുന്നുണ്ട്, നിന്നെ കൊല്ലുന്നതിനെ ഒരുമിച്ച് കൂടിയ ജനം നിന്റെ ന്യായവിധിയെങ്കിൽ കുറ്റം ചുമത്തപ്പെടുകയും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ പ്രാർത്ഥിക്കേണ്ടത്? ഇപ്പോൾ ആ ഭാഗങ്ങളൊക്കെ കുറെ അധികം നമ്മൾ ചൊല്ലാതെ വിടുന്നുണ്ട്. ഈ പ്രാർത്ഥനകള് നിങ്ങൾ ഓർക്കണം, നമ്മൾ സുറിയാനിയിൽ നിന്ന്, അങ്ങനെ ഒരു ചോദ്യം ഇതിനകത്ത് വരുന്നുണ്ട്, സുറിയാനി നമ്മൾ അതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്തെടുത്താണ്. അപ്പൊ സുറിയാനി പിതാക്കന്മാരാണ്
ഇതെഴുതിയത്. സുറിയാനിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്കറിയാം, കർത്താവ് സംസാരിച്ച അറമായ ഭാഷയുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഭാഷ സംസാരിക്കുന്നവർക്ക് അന്നുണ്ടായിരുന്ന ഒരു വികാരം ഈ ലൈനുകളിൽ പ്രകടമായിട്ടുണ്ട്. കർത്താവിനെ ക്രൂശിൽ തൂക്കിയതിൻ്റെയും കർത്താവിന് കഷ്ടപ്പാടുകൾ സമ്മാനിച്ചതിൻ്റെയും ഒക്കെ ഒരു ചിന്ത ഈ ലൈനുകളിലൊക്കെ ഉണ്ട്. അത് ഈ കാലഘട്ടത്തിൽ നമ്മൾ അത് തിരഞ്ഞുപിടിച്ച് പല സ്റ്റാൻസകളും പല പ്രാർത്ഥനകളും സ്കിപ്പ് ചെയ്താണ് ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത് അറിയാം. ആരെയും ശപിക്കണ്ട കേട്ടോ, പ്രാർത്ഥിക്കാൻ ആരെയും ശപിക്കണ്ട, ആരെയും ഉപദ്രവിക്കേണ്ട. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് സ്കിപ്പ് ചെയ്ത് പ്രാർത്ഥിക്കാം. പക്ഷെ ആ പ്രാർത്ഥനകളുടെ ഉറവിടം നമ്മളല്ല, അത് സുറിയാനി പിതാക്കന്മാർ എഴുതിയതാണ് എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. ഷെറിൻ കുര്യാക്കോസ് ഫ്രം കാലിക്കറ്റ്. വിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോൾ ത്രോണോസിലെ നടുക്ക് വെച്ചിരിക്കുന്ന തിരി മാറ്റുന്നത് എന്തുകൊണ്ടാണ്? നടുക്ക് തിരി കത്തിക്കുന്നത് സാധാരണ നമസ്കാരങ്ങൾക്കാണ്. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയ്ക്ക് ത്രോണോസിൽ 12 തിരികൾ ഉണ്ടാകണം എന്നാണ്. സ്ലീബായും 12 തിരികളും. പിന്നെ അവിടെ ഒരു തിരിയുടെ ആവശ്യം. തിരി എപ്പോഴും പ്രകാശം, ദൈവത്തിന്റെ സാന്നിധ്യമാണ്. എന്നാൽ അത് കമ്പൈൻഡ് ആയിട്ട് 12 അപ്പോസ്തലന്മാരുടെ സാന്നിധ്യവും കൂടെ ചേർത്ത് വെച്ചാണ് നമ്മൾ അങ്ങനെ അത് പറയുന്നത്. അതുകൊണ്ട് 12 തിരികൾ കത്തിക്കുന്നത് കൊണ്ട് പിന്നെ ഒരു അഡീഷണൽ തിരി അവിടെ വരുന്നില്ല. അതിന് പകരം സ്ലീബ ത്രോണോസിൽ ഉണ്ടാകും. അപ്പോൾ കർത്താവിൻ്റെയും അപ്പോസ്തലന്മാരുടെയും സാന്നിധ്യം റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. പ്രകാശം ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അതുകൊണ്ടാണ് അത് മാറ്റുന്നത് എന്നുള്ളത് ഓർമ്മിക്കുന്നത്. ത്രോണോസിൽ വിശുദ്ധ കുർബാനയ്ക്ക് 12 തിരികൾ ഉണ്ടാകണം. അതുകൊണ്ടാണ് ചില സന്ദർഭങ്ങളിൽ ചില സ്ഥലങ്ങളിൽ അതിനുള്ള സൗകര്യങ്ങളില്ലാത്ത സ്ഥലങ്ങളിൽ അത്രയും നിർബന്ധം പിടിക്കാറില്ല. അതിൻ്റെ എണ്ണം ഏറ്റവും കുറഞ്ഞത് 2 തിരികൾ ഉണ്ടാകണം എന്നുള്ളത് നിർബന്ധമാണ്. സ്ലീബായും വിശുദ്ധ കുർബാനയ്ക്ക് ത്രോണോസിൽ ഉണ്ടാകണം എന്നുള്ളത് നിർബന്ധമാണ്. എങ്കിലും അതിൻ്റെ യഥാർത്ഥ തലത്തിൽ യഥാർത്ഥ അർത്ഥത്തിൽ 12 തിരികൾ ഉണ്ടാകും. വിശുദ്ധ കുർബാന കൂടി സെന്ററിലേക്ക് വരുന്നു. അതോടുകൂടിയാണല്ലോ അതിനുവേണ്ടി വിശുദ്ധ കുർബാനയാണ് തിരുശരീര രക്തങ്ങൾ, കർത്താവിന്റെ സാന്നിധ്യം തന്നെ അവിടെ ഉള്ളത് കൊണ്ട് പിന്നെ അതിനുവേണ്ടി വേറൊരു അഡീഷണൽ തിരിയുടെ സാങ്കത്യമില്ല എന്നുള്ളത് അദ്വൈതം പറഞ്ഞത് കറക്റ്റാണ്. അജിത് ബെന്നി ഫ്രം കാലിക്കറ്റ്. തിരുമേനിമാരുടെ കുരിശിൻ ചുവട്ടിൽ ചുവന്ന തുണി എന്തിനാണ്? അതിന് ഉത്തരം കേട്ടാൽ നിങ്ങൾ ചിരിക്കും. ശരിക്കും പറഞ്ഞാൽ സ്ലീബായെ പൊടി പറ്റാതിരിക്കാൻ വേണ്ടി പൊതിഞ്ഞെടുക്കാനുള്ള സാധനമാണ് അത്. പിന്നെ നമ്മളിപ്പോൾ അതിന് കുറേയധികം വ്യാഖ്യാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സുറിയാനി പിതാക്കന്മാർ റബ്ബലക്കന്മാരൊന്നും നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ആ തുണി നീട്ടി താഴോട്ട് ഇടാറില്ല. അവർ സ്ലീബ പൊതിഞ്ഞു പിടിക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യമുള്ളപ്പോൾ മാത്രമാണ് സ്ലീബായുടെ തലപ്പ്, സ്ലീബ ഇരിക്കുന്ന ഭാഗം മാത്രം വെളിയിലേക്ക് കൊണ്ടുവന്ന് അതിന്റെ പ്രധാന പർപ്പസ് അതാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ നൽകുന്ന ഒരു വ്യാഖ്യാനം കൂടെ സ്ലീബായിൽ നിന്ന് കർത്താവിന്റെ തിരുരക്തം ഒഴുകിയതിന് സിംബോളിക്കായിട്ട് ചുമന്ന തുണിയൊക്കെ അതിൽ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ പല കളറുകൾ മാറി മാറിയൊക്കെ ഉപയോഗിക്കാറുണ്ട്. എങ്കിലും അതിന്റെ പ്രധാന പർപ്പസ് സ്ലീബ പൊതിഞ്ഞ് സൂക്ഷിക്കാനുള്ളതാണ് എന്നത്. സ്റ്റെജി ഫ്രം കാലിക്കറ്റ് കത്തീഡ്രൽ. എന്തുകൊണ്ടാണ് അച്ഛന്മാരുടെയും റമ്പാച്ചന്മാരുടെയും കബറടക്കത്തിൽ അവരെ കിടത്തിയും തിരുമേനിമാരെ ഇരുത്തിയും നടത്തുന്നത്? കബറടക്ക ശുശ്രൂഷ. തിരുമേനിമാരെ സിംഹാസനത്തിന്റെ അധിപന്മാരാണ്. കത്തീഡ്രൽ എന്ന് പറയുന്ന ഇതിന്റെ അർത്ഥം കത്തീഡ്ര എവിടെയുണ്ടോ അവിടെയാണ് കത്തീഡ്രൽ. കത്തീഡ്ര എന്ന് പറയുന്നത് സിംഹാസനം. അപ്പോൾ ഒരാൾ മെത്രാപ്പോലിത്തായി കഴിഞ്ഞാൽ അദ്ദേഹം വചനം സംസാരിക്കുന്നതും കൂദാശപരമായ കാര്യങ്ങൾ നടത്തുന്നതും ജനങ്ങളെ ഉപദേശിക്കുന്നതും എല്ലാം തന്നെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ടാണ്. ഞാനെപ്പോഴും ഇരിക്കാറില്ല അങ്ങനെ, അത്യാവശ്യ സന്ദർഭങ്ങൾ ഇപ്പോൾ ആരോഗ്യമുള്ളത് കൊണ്ട്. പക്ഷെ ശരിക്കും എനിക്ക് ഇരിക്കാനുള്ള പെർമിഷൻ ഉണ്ട്.
അപ്പോൾ ആ ഒരു നിലയിൽ അവരെ അടക്കുമ്പോഴും ആ നിലയിൽ തന്നെ ആ സിംഹാസനത്തോടെയാണ് അവരെ ഇറക്കി അടക്കുന്നത്. അതാണ് അതിന്റെ പ്രധാനമായിട്ടുള്ള കാര്യം. പിന്നെ അത് നമ്മുടെ ഒരു ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഒരു കോണ്ടെക്സ്റ്റില്, പ്രത്യേകിച്ചും ഒരു രാജാക്കന്മാരുടെ സിംഹാസനവുമായിട്ടും ഒരു കമ്പാരിസൺ അതിന് വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിചാരം. ആ നിലയിൽ ആണ് ഇങ്ങനെയുള്ള ഒരു സംവിധാനം മലങ്കര സഭയിൽ വന്നത്. മറ്റ് സഭകളിലൊന്നും എൻ്റെ ശ്രദ്ധയിൽ, ഇനി ഏതെങ്കിലും ഓർത്തഡോക്സ് സഭകളിൽ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് അറിയുകയില്ല. മലങ്കര സഭയിൽ അത് ഇങ്ങനെ നിലനിൽക്കുന്നതിൻ്റെ ഒരു കാരണം ഈ ഒരു പശ്ചാത്തലം കൂടെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. എന്തായാലും സിംഹാസനവുമായി ബന്ധപ്പെട്ടാണ് ഇരുത്തി അടക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഈ ഒരു മെത്രാപ്പൊലീത്തയ്ക്ക് ഒരു കത്തീഡ്രലേ പാടുള്ളൂ. നമ്മുടെ സഭയിൽ ഇതൊക്കെ ഒരല്പം വ്യത്യാസം വന്നിട്ടുണ്ട്. പല കത്തീഡ്രലുകളൊക്കെ ആയി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മെത്രാപ്പൊലീത്ത ഇരിക്കുന്ന ദേവാലയമാണ്, അവിടെയാണ് സിംഹാസനം, അവിടെയാണ് കത്തീഡ്രൽ, അവിടെയാണ് മെത്രാപ്പൊലീത്തയെ അടക്കേണ്ടത്. അതിൽ നിന്നൊക്കെ ഇപ്പം വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ സഭയിൽ ചില കാര്യങ്ങൾ നടക്കുന്നതും ചെയ്യുന്നതും. തിരുമേനി കോശി മാത്യു അച്ഛനാണ്. ഒരു കാര്യം കോൺട്രിബ്യൂട്ട് ചെയ്തോട്ടെ. തിരുമേനി, ഈ അതിനോട് ചേർന്ന് എനിക്കുള്ള ഒരു മനസ്സിലുള്ള ഒരു കാര്യം, ആർഷഭാരത സംസ്കാരം അനുസരിച്ച് ഋഷിമാരെ ഇരുത്തിയാണ് നടക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ മെത്രാപ്പൊലീത്തന്മാര് രാജകീയ സിംഹാസനത്തിൽ ഇരിക്കുന്നവരാണെന്നോടൊപ്പം തന്നെ അവർ ഭാരതീയ ഋഷിവര്യന്മാരാണെന്നുള്ള ഒരു കൺസെപ്റ്റും അതിനകത്തുള്ളത് കൊണ്ട് അങ്ങനെ ഒരു ഭാരതീയ സംസ്കാരത്തിന്റെ കടന്നുവരവും അതിനകത്തില്ലേ എന്ന് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ശരിയാണെങ്കിൽ അത്, അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ തിരുത്തിത്തരാം. അല്ല, അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, എന്തായാലും ഇത് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചിൽ മാത്രമുള്ള ഒരു സംവിധാനമായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പൊ അച്ഛൻ പറഞ്ഞതിനകത്ത് കൂടുതൽ സാങ്കത്യമുണ്ട്, അതിനൊക്കെ സാധ്യതയുണ്ട്. എന്തായാലും ഇത് വളരെ കോണ്ടെക്സ്റ്റുവൽ ആണ്. അതൊരു ഒരു സംസ്കൃതിയുടെ സംസ്കാരത്തിന്റെ ഭാഗമായി ഇന്ത്യൻ സഭയിൽ വന്നു ചേർന്ന ഒരു കാര്യം മാത്രമാണ്. തിരുമേനി, എൻ്റെ പേര് ഷൈജു, ഞാൻ മലബാർ ഭദ്രാസനത്തിലുള്ളതാണ്. പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, അതായത് നമ്മളുടെ കോതമംഗലം പള്ളിയിലെ മദ്ബഹായിലാണ് ബസേലിയോസ് ബാവയെ കബറടക്കിയിട്ടുള്ളത്. അതിനെ ഒരു കാലഘട്ടത്തിൽ പത്രോസ്തുതിയൻ ബാവ അടക്കം വന്ന് അതിൽ നിന്ന് അവിടുന്ന് എടുത്ത് മാറ്റാൻ, അതായത് വിഷ്ണുവിനെ പ്രഖ്യാപിക്കാതിരിക്കാനും വന്നപ്പോൾ കുറുപ്പംപടി പള്ളിയിൽ വെച്ച് വിശ്വാസികൾ തടയുന്ന ഒരു ഇതുണ്ടായി. കാരണം സിറിയൻ പാരമ്പര്യ പ്രകാരം മദ്ബഹായിൽ അടക്കാറില്ല. അപ്പോൾ ബസേലിയോസ് ബാവ യെരുശലേമിലെ ഒരു മഫ്രിയാനയാണെന്നും അന്ത്യോക്യൻ വിശ്വാസം ആണോ യെരുശലേമില് ശരിക്കും മർക്കോസിന്റെ സിംഹാസനമല്ലേ വരുന്നത്, അതിന്റെ ഭാഗമായിട്ട് വന്ന ബാവയായതുകൊണ്ട് അന്ത്യോക്യയിൽ നിന്ന് വന്നു എന്നുള്ള ഒരു കൺസെപ്റ്റിൽ അന്ത്യോക്യൻ വിശ്വാസം ആണ് നമ്മളിവിടെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ യെരുശലേമിലെ മഫ്രിയാനയായിരുന്ന കുർക്കെ ദേശത്ത് നിന്ന് വന്ന ബാവയാണ് ബസേലിയോസ് ബാവ. ആ ബാവയുടെ കബറിടം പൊളിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിനെ ഒരു കാലഘട്ടത്തിൽ കുറുപ്പംപടി പള്ളിയിൽ വെച്ച്, അതായത് ഞാനിപ്പം താമസിക്കുന്ന കോലഞ്ചേരിയാണ്, അപ്പോൾ ഇവിടെ അടുത്ത് പെരുമ്പാവൂർ കുറുപ്പംപടി പള്ളിയിൽ തടയുന്ന ഒരു ചടങ്ങുണ്ടാവായിരുന്നു ഒരു കാലഘട്ടത്തിൽ 1800-കളിൽ എങ്ങാണ്ട്. അതിനുശേഷമാണ് 1947 മലങ്കര ഓർത്തഡോക്സ് സഭയാണ് ബാവായ പരിശുദ്ധനായി പ്രഖ്യാപിച്ചത്. അതിനും കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് യാക്കോബായ സഭ പരിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് വെച്ചാൽ ആ ഒരു മദ്ബഹായിൽ അടക്കുന്നത്, ഇപ്പോൾ നമ്മൾ കബർമുറികളിലാണ് അടക്കാറുള്ളത്, അതിന്റെ ഒരു ഔചിത്യം എന്തായിരുന്നു എന്നുള്ളതാണ്. എനിക്കതിന് നേരിട്ടൊരു ഉത്തരം പറയാനായിട്ട് സാധിക്കുന്നു. ഞാൻ കണ്ടിട്ടുള്ള മറ്റ് ഓർത്തഡോക്സ് സഭകളിലൊക്കെ പള്ളിക്കകത്ത് കബറുകൾ ധാരാളമുണ്ട്. ഞാൻ അർമീനിയയിൽ പോയപ്പോഴും അവിടെ ദേവാലയത്തിൽ വിശ്വാസികൾ ചവിട്ടി നിൽക്കുന്നത് കല്ലറയുടെ മുകളിലാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് അതൊരു നേരത്തെ തന്നെ ഉള്ളൊരു പാരമ്പര്യമാകാനാണ് സാധ്യത. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു ഈ പറഞ്ഞതിനെ കുറിച്ച്. കാരണം നമ്മളെ മർത്തോമൻ മുൻഗാമിയായ കടമറ്റം പള്ളിയിൽ അടക്കിയിട്ടുള്ളതും നമ്മളെ പള്ളിക്കകത്താണ്. കടമറ്റത്ത് കത്തനാരുടെ കബറിടവും പള്ളിക്കകത്ത് പിന്നീട് വെച്ചതാണ്. പക്ഷെ മർത്തോമ പിൻഗാമിയുടെ കബറിടം കിടക്കുന്നത് ഇതിനകത്താണ്. ശരിക്കും കോലഞ്ചേരി പള്ളിയിൽ ഒരു മർത്തോമ, അതായത് 7-ാം മർത്തോമയുടെ കബറിടമുണ്ട്, കടമറ്റത്തുണ്ട് ഒരു മർത്തോമയുടെ, പിന്നെ നിറണമാണെന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് മർത്തോമ, എല്ലാ കബറിടങ്ങളും നമുക്ക് തെളിയിക്കപ്പെട്ടിട്ടില്ല. ഉള്ളത് പള്ളിക്കകത്തുണ്ട്. പക്ഷെ മദ്ബഹായിൽ അകത്ത് ഇതാണ് വന്നിട്ടുള്ളത്. അത്
അന്ത്യോക്യൻ പുത്തങ്കാവ് പള്ളിയിലൊക്കെ മർത്തോമ്മമാരുടെ കബറുകൾ മദ്ബഹായ്ക്കകത്താണെന്നാണ്, അവിടെയാണ് അത് വെച്ചിരിക്കുന്നത്. അപ്പൊ അത് എനിക്കറിയില്ല, അതിന്റെ ഒരു ഉത്തരം എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. എന്തായാലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഞാൻ പറയുന്നത്, ഇത് ഇവിടെ മാത്രമല്ല മറ്റ് ഓർത്തഡോക്സ് സഭകളിലും ദേവാലയത്തിനകത്ത് കബറിടം ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അവിടെ വിശ്വാസികൾ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു അതിന്റെ മേളിൽ കയറി നിന്ന് ആരാധനയിൽ സംബന്ധിക്കുക. അവിടെ എല്ലാം പള്ളിക്കകത്തെല്ലാം കല്ലറകളുണ്ട്, കുറെ അധികം കല്ലറകൾ കണ്ട് ഒരു പള്ളിക്കകത്ത്. അവിടെ ആരാധനയിൽ സംബന്ധിച്ചപ്പോൾ പലപ്പോഴും അതിന്റെ മുകളിലൊക്കെ ചവിട്ടി നിന്നാണ് ആരാധന നടത്തിക്കൊണ്ടിരുന്നത്. അവിടെ അന്വേഷിക്കാം, ഞാനത് മറന്നു പോകാതെ അന്വേഷിക്കാൻ ശ്രമിക്കാം. ഓക്കെ, നമുക്ക് ഈ ഇതുവരെ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസിന് ഷൈജു പറഞ്ഞായിരുന്നു. അതായത് കോതമംഗലത്തിന്റെ എനിക്ക് ഇപ്പോഴും ഉള്ള ഡൗട്ട് വെച്ചാൽ അന്ത്യോക്യൻ ബാവയാണ് എന്ന് എല്ലാവരും പറയുമ്പോഴും ഞാൻ പല ബുക്കുകൾ വായിച്ചപ്പോഴും മലങ്കര സഭയുടെ ഒരു ചരിത്രവും പൂർവികരുടെ ഇതിനെക്കുറിച്ചൊക്കെ വായിച്ചപ്പോൾ അതിനകത്ത് കണ്ടിട്ടുള്ളത് ഇങ്ങനെയാണ്: യെരുശലേമിൽ ഒരു മഫ്രിയാന കുർക്കേദേശത്ത് നിന്ന് വരികയും അന്ത്യോക്യൻ ബന്ധത്തിൽ വന്നോ എന്നുള്ളത്. പക്ഷെ യെരുശലേമിൽ വേറൊരു സിംഹാസനം അല്ലേ ഉള്ളത്? അത് ശരിയാണോ? മർക്കോസിന്റെ അല്ല, നമുക്ക് നമ്മുടെ ഒന്നാം തുബ്ദനിലെ യെരുശലേം സെപ്പറേറ്റ് ആണല്ലോ പറയുന്നത്. അപ്പൊ അതാ പറഞ്ഞ അന്ത്യോക്യൻ യെരുശലേമിലെ മഫ്രിയാനായ ബാവ അന്ത്യോക്യൻ ബാവ എന്ന രീതിയിൽ വീറും വാശിയും കാണിച്ച് കോതമംഗലം പള്ളിയുടെ ഇപ്പോഴും വിഷയം കിടക്കുമ്പോൾ വൈകാരികമായ ഒരു വിഷയമായിട്ട് അന്ത്യോക്യ വിശ്വാസം കാണിക്കുന്നതും അതിലാണ്. കാരണം നമ്മൾ ജനങ്ങളെ പലരെയും നമ്മൾ പഠിപ്പിക്കാത്ത എഡ്യൂക്കേഷൻ അതായത് ഭാഗമായിട്ട് വരാത്തതിൻ്റെ ഭാഗം. കാരണം ഇപ്പോൾ നമ്മളിൽ യുവത്വങ്ങളെല്ലാം ഒരു പ്രൊട്ടസ്റ്റന്റ് ചിന്താഗതിയിലേക്ക് പോയേക്കുക. കാരണം കഴിഞ്ഞ ദിവസം ഞാനൊരു സൺഡേ സ്കൂൾ അധ്യാപകനോട് ചോദിച്ച ചോദ്യമുണ്ട്. അതായത് വിശുദ്ധ കുർബാനയുടെ അതിമർമ്മപ്രധാനമായ ഒരു ഭാഗങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഖണ്ഡിപ്പിന്റെ ശുശ്രൂഷയാണ്. അത് പക്ഷേ ഏറ്റവും ഉദാസീനമായിട്ട് നമ്മളുടെ സഭാമക്കൾ നിൽക്കുന്ന ഒരു ശുശ്രൂഷയാണ്. ഞാൻ അതിനെക്കുറിച്ച് വെച്ചാൽ നമ്മളെ പുരോഹിതർ പഠിപ്പിക്കാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. പക്ഷെ പല ആളുകൾക്കും വിശ്വാസത്തെക്കുറിച്ചോ കുർബാനയെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ സഭയുടെ പാരമ്പര്യത്തെക്കുറിച്ചോ ഇപ്പോഴും അറിയില്ല എന്നുള്ളത് വളരെ ഖേദകരമായ അവസ്ഥയാണ്. ഞാൻ മധുവായിൽ കയറുന്നതുകൊണ്ട് മാമാങ്കര ഇടവകയാണ് എൻ്റെ ഇടവക, മാതൃ ഇടവക. ഞാനിപ്പോൾ ചേരുന്നത് കിഴിമുറി ഇടവകയിലാണ്. അന്നും ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കാനും വായിക്കാനും താല്പര്യമുള്ളത് കൊണ്ടും അന്ന് ഗുരുക്കന്മാരായ കുറച്ച് അച്ഛന്മാരും അതിനെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടും കുറച്ച് താല്പര്യം കാണിച്ചു. അങ്ങനെ ഇപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും പലർക്കും കുർബാനയുടെ പ്രധാന ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ അറിയാത്ത അവസ്ഥയുണ്ട്. പിന്നെ ദീർഘമായ കുർബാന ഇഷ്ടപ്പെടാണ്ട് നമ്മളെ മക്കളെല്ലാം കാത്തലിക്സ് കുർബാനയ്ക്ക് പോയിട്ട് പാട്ട് കുർബാനയും കണ്ട് രസിക്കുന്ന അവസ്ഥ പഠിക്കുന്ന സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ മാതൃ ഇടവകയിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ നിയറസ്റ്റ് പള്ളികളെ കുറിച്ചൊക്കെ ഒന്ന് സഭ അല്ലെങ്കിൽ നമ്മൾ MGOCസും എല്ലാ സംഘടനകളും നമ്മൾക്കുണ്ട്. പക്ഷേ ഒന്നും എവിടെയും എത്തിയിട്ടില്ല എന്നുള്ള പല ഭാഗങ്ങളിലുമുള്ള അവസ്ഥ. ഇപ്പം കഴിഞ്ഞ ദിവസം നല്ലൊരു പോസ്റ്റുകൾ ഉണ്ടായിരുന്നു യൂറോപ്പ് UK ഓക്കെ. അപ്പം നമുക്ക് പ്രൊട്ടസ്റ്റന്റ് ചിന്താഗതിയിലേക്കും കാത്തലിക് ചിന്താഗതിയിലേക്കും പോകുന്നതിൻ്റെ ഇത് ശുശ്രൂഷ ചെറുതുള്ളത് കൊണ്ടും അവരുടെ കൺസെപ്റ്റ് കുറച്ചും കൂടി വൈകാരികമായിട്ട് സഭാതലത്തിൽ അവർ കൊടുക്കുന്നത് കൊണ്ടുമാണ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. നമ്മൾ അത് അത്ര കാത്തലിക്സ് കൊടുക്കുന്ന പോലെ സഭയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചോ പഠിപ്പിക്കാറില്ല എന്നൊരു വിഷമവും കൂടി ഞാൻ പങ്കുവെക്കുകയാണ്. പൂർണ്ണമായും മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ തീർച്ചയായിട്ടും ടീച്ചിങ്ങില് ലേണിങ്ങില് നമ്മുടെ സഭ കുറച്ച് പിന്നോക്കം പോയിട്ടുണ്ട്. എന്തായാലും ഇതൊരു നല്ല ഇനിഷ്യേറ്റീവാണ്. ഇവിടെ വന്നിരിക്കുന്നതെല്ലാം സംശയ നിവാരണത്തിനുള്ള ക്വസ്റ്റ്യനാണ് എന്നുള്ളത് ഒരു പഠനത്തിന്റെ ഭാഗമായിട്ട് വന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ തിരുമേനി, ഞാൻ ഒരു കാര്യം ചോദിക്കാനുണ്ട്. തിരുമേനി, ഈസി വേ എന്ന് പറയുന്നത് ആരാധനയിൽ മാത്രമാണ്. നമ്മളതിനെ ടോട്ടലായിട്ട് കണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഒരു പൂർണ്ണ പിക്ചർ വരികയുള്ളൂ. ആരാധനയിൽ മാത്രമല്ല നമ്മൾ ഈസി വേ അന്വേഷിക്കാൻ തുടങ്ങിയത്. നമ്മുടെ ഭക്ഷണ രീതി, നമ്മുടെ ജീവിത ശൈലി, അതിൻ്റെ കൂട്ടത്തിൽ ആരാധന കൂടി കയറിപ്പോയതാണ്. എന്ന് പറഞ്ഞാൽ എല്ലാം വളരെ ഷോർട്ടായിട്ടും ഇൻസ്റ്റന്റ് ആയിട്ടും ഫാസ്റ്റായിട്ടും ചെയ്യുവാനായിട്ടുള്ള ഒരു പ്രേരണ എല്ലാ തലങ്ങളിലും ഉണ്ടായപ്പോൾ ആരാധനയെ മാത്രമായിട്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി നിർത്താൻ പെടേണ്ടതായിട്ടുണ്ട്. അത് ടീച്ചിങ്ങിലും ലേണിങ്ങിലുമുള്ള കൺവിക്ഷനിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. അവിടെ കൺവിക്ഷൻ ഉണ്ടാകത്തില്ല, ബോധ്യതലം ഉണ്ടാകും. ബോധ്യതലം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പഠിപ്പിക്കുകയും അതുപോലെ തന്നെ ലേണിങ്ങും ആവശ്യമാണ്. അതിന് കൂടുതൽ ടൈം ആവശ്യമാണ്. വിശുദ്ധ കുർബാനയ്ക്ക് മധ്യയുള്ള 10 മിനിറ്റത്തെ പ്രസംഗം കൊണ്ട് ടീച്ചിങ്ങും ലേണിങ്ങും നടക്കുകയും ബാംഗ്ലൂരിലെ സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ മാക്സിമം 1 മണിക്കൂറാണ്.
1 മണിക്കൂറിനുള്ളിൽ എല്ലാം തീരണം. ഇതുകൊണ്ട് പഠിപ്പിക്കൽ നടക്കുകയില്ല. പിന്നെയുള്ള ആധ്യാത്മിക സംഘടനകളിലാണ് പഠിപ്പിക്കൽ നടക്കേണ്ടത്. 5ഉം 10ഉം പ്രാർത്ഥനാ യോഗങ്ങൾ ഒരു ദിവസം സംഘടിപ്പിക്കുന്ന അച്ഛൻ ഒരു പ്രാർത്ഥനാ യോഗത്തിൽ നിന്ന് 10 മിനിറ്റ് സംസാരിച്ച് അവിടുത്തെ ചായയും കുടിച്ചിട്ട് അടുത്ത യോഗത്തിലേക്ക് ഓടുന്നിടത്ത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കുകയില്ല. അപ്പോൾ അതിനുള്ള വഴികൾ തീർച്ചയായിട്ടും സഭ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് മാത്രം ഷൈജുവിന്റെ കമന്റിന് ഞാൻ ഒരു കമന്റ് ഞാൻ പറയുന്നു. ഒരു ഫൈനൽ ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ പ്ലീസ്. നമുക്ക് 1.5 മണിക്കൂർ സമയമേ ഉള്ളൂ. നമ്മുടെ കുട്ടികൾ MGOCism വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മൾ മുതിർന്നവരായിട്ടുള്ള ആളുകൾ വരുന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. കാരണം അവർക്ക് കൂടി ഈ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് വരുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. പക്ഷെ നമുക്ക് പ്രിഫറൻസ് കൊടുക്കുന്നത് MGOCisത്തിന്റെ ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഇന്നത്തെ സെഷൻ നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. കുട്ടികൾക്ക് ഒരുപാട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അതിനുള്ള ഉത്തരം കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ട്. അപ്പം നമ്മൾ ഈ ചോദിച്ച ചോദ്യങ്ങൾക്ക് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രം ദയവായിട്ടൊന്ന് ചോദിക്കാം. നമുക്ക് വേറൊരു സെഷനോട് നടത്താം. നമുക്ക് ഇന്നത്തെ നിങ്ങൾ ക്വസ്റ്റ്യൻ അയച്ചു തന്നാൽ മതി. നെക്സ്റ്റ് സെഷനിലേക്ക് നമുക്ക് അത് ഉൾപ്പെടുത്താം. ദയവായിട്ട് ഈ ചോദിച്ച ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. പോൾസൺ ഹാൻഡ് എന്ന് റേസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാം. പോൾസൺ എന്തെങ്കിലും ചോദിക്കാനായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ വേറെ പോൾസൺ അൺമ്യൂട്ട് ചെയ്യണം ചോദിക്കാനാണെങ്കിൽ. അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഈ ക്വസ്റ്റ്യനുമായിട്ട് ഇപ്പൊ പറഞ്ഞ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വേറെ ക്വസ്റ്റ്യൻസിലേക്ക് പോകല്ലേ ദയവ് ചെയ്തിട്ട്. കാരണം നമുക്ക് ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് കിടക്കുന്നുണ്ട്. അതുകൊണ്ടാട്ടോ. നമുക്ക് നെക്സ്റ്റ് സെഷനിലേക്ക് നമുക്ക് ആ ക്വസ്റ്റ്യൻസ് അയച്ചു തരുവാണെങ്കിൽ നമുക്ക് അതോട് ഉൾപ്പെടുത്താം. വേറെ ആർക്കെങ്കിലും ചോദിക്കാനായിട്ടുണ്ടോ? ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ചോദിച്ചോളൂ. ലാസറിനെ കുറിച്ച് സംസാരിച്ച കൂട്ടത്തില് ലാസർ ഉയർത്തെഴുന്നേറ്റപ്പോൾ അദ്ദേഹം മറ്റുള്ളവർക്ക് ആ പന്തിയിരുന്നവർക്ക് മാത്രം കണ്ടു എന്നാണ് പറയുന്നത്. എന്നാൽ അതിന്റെ താഴ്ഭാഗത്തോട്ട് വരുമ്പോൾ ലാസറിനെ കൊല്ലുവാൻ യഹൂദന്മാർ തീരുമാനിക്കുന്നുണ്ട്. യേശുവിനെ കാണുന്നതിന് വേണ്ടിയും താൻ ഉയർച്ച ലാസറിനെ കാണുവാൻ വേണ്ടിയും ആണ് ജനങ്ങൾ അവിടെ കൂടി എന്നതിൻ്റെ അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലാസർ ശരീരത്തോടു കൂടിയല്ലേ ഉയർത്തെഴുന്നേറ്റത്? അതെ, ലാസർ ശരീരത്തോടു കൂടിയാണ് ഉയർത്തെഴുന്നേറ്റത്. പക്ഷെ റിസറക്റ്റഡ് ബോഡി അല്ലായിരുന്നു. പിന്നീട് ലാസർ വീണ്ടും മരിച്ചു. മനസ്സിലാക്കാണെന്നാണ് വിചാരിക്കുന്നത്. ശരീരത്തോടു കൂടി തന്നെയാണ്. പക്ഷെ അത് ഈ പറയുന്ന ഫിസിക്കൽ ബോഡി ആയിരുന്നു, റിസറക്റ്റഡ് ബോഡി അല്ലായിരുന്നു. യേശുവിന് മാത്രമേ റിസറക്റ്റഡ് ബോഡി ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. മറ്റേതൊക്കെയും ചോദിക്കാം. തിരുമേനി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇതിനോട് അനുബന്ധിച്ച് തന്നെയാണ്. നമ്മൾ പുരാതന ഒരു സഭയാണ്. ഇതുവരെയായിട്ടും നമുക്ക് സ്വന്തമായിട്ടൊരു ബൈബിളിന്റെ നിർമ്മാണം എവിടെയും ഉണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. കത്തോലിക്ക സഭയ്ക്കുണ്ട്, അങ്ങനെ പല സഭകൾക്കും സ്വന്തമായിട്ടൊരു ബൈബിൾ അവർ തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ സഭയ്ക്ക് ഇതുവരെയായിട്ടും അങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടില്ല. അതെന്താണ് തിരുമേനി കാരണം? ഇതിന്റെ നടപടികളൊക്കെ കുറെ വർഷങ്ങളായിട്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ അത് കുറെ കൂടെ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. സുനോദോസ് വിശുദ്ധ വേദപുസ്തകത്തിന്റെ കാനോൻ ക്ലിപ്തപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ അഭിനന്ദനായ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ ആ വർക്ക് ഇപ്പോൾ കുറേയധികം പ്രോഗ്രസ് ചെയ്ത് വരുന്നുണ്ട്. നമുക്ക് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അത് പ്രതീക്ഷിക്കാവുന്നതാണ്. ക്രിസ്റ്റ റേച്ചൽ ജോൺസൺ ഫ്രം സെന്റ് മേരീസ് എടകര. അന്ത്യകാലത്ത് സംഭവിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണല്ലോ ഇപ്പോൾ സംഭവിക്കുന്നത്. ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് അടുത്തു എന്ന് പൊതുവായ പറച്ചിലിൽ എത്രമാത്രം സത്യമുണ്ട്? വിശുദ്ധ വേദപുസ്തകം നമ്മൾ പ്രത്യേകിച്ചും സുവിശേഷങ്ങളിൽ അതിലൊരു ഭാഗം മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധ, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം. മറ്റ് സുവിശേഷങ്ങളിൽ ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു 1-2 വാക്യങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. 7-ാം വാക്യം, യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഭ്രമിച്ചു പോകരുത്, അത് സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ അത് അവസാനമല്ല. എനിക്ക് തോന്നുന്നു ഈ ചോദ്യത്തിന്റെ ഒരു ഭാഗത്തിന്റെ ഉത്തരം ആ വാക്യത്തിലുണ്ട് എന്നാണ് വിചാരം. അതിന്റെ അവസാനത്തിന്റെ ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്.
32-ാമത്തെ വാക്യത്തില് ആ നാളും നാഴികയും സംബന്ധിച്ച് പിതാവായ ദൈവം അല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല എന്ന് കൂടെ കർത്താവ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലോകാവസാനം എന്നാണ് എന്നുള്ളതിനെ കുറിച്ച് ആർക്കും ഒരു ഗ്രാഹ്യവും ഇല്ല. അതിൻ്റെ ചില സൂചനകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഇത് അന്ത്യമായിരിക്കണം എന്നും നിർബന്ധമില്ല എന്ന് പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഓർമ്മിപ്പിക്കുന്ന കർത്താവ് നിരന്തരമായി നമ്മെ ഓർമ്മിപ്പിച്ച ഒരു കാര്യമുണ്ട്. എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കണം, ഉണർവോടെ ഇരിക്കണം. കള്ളൻ ഏത് യാമത്തിൽ വരുമെന്നറിയാത്തതിനാൽ എല്ലാവരും ഉണർന്നിരിക്കണം. അതുകൊണ്ട് ലോകാവസാനം, കർത്താവിൻ്റെ 2ാമത്തെ വരവ് തുടങ്ങിയ കാര്യങ്ങൾക്കായിട്ടുള്ള നമ്മുടെ ഉണർവും ജാഗ്രതയും കാത്തിരിപ്പും വളരെ ശക്തമായിട്ട് പോകണം എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചു. വിശുദ്ധ മാമോദിസ, വിശുദ്ധ കുമ്പസാരം, വിശുദ്ധ കുർബാന, വേദപഠനം ഇവയെല്ലാം പൂർത്തീകരിച്ച ഒരു മകൾ തന്റെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് പ്രത്യേക സാഹചര്യത്തിൽ പൗരോഹിത്യപരമായും കൂദാശപരമായുള്ള ക്രമീകരണങ്ങൾ നിലനിൽക്കുന്ന വേറൊരു സഭയിലേക്ക് വിവാഹം ചെയ്തയക്കുന്നു. ഈ മകൾ പിന്നീട് മാതൃ ഇടവകയിൽ നിന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ ഔചിത്യം എന്ത്? വിവാഹ കൂദാശ സ്വീകരിച്ചതോടുകൂടി ആ ആള് ആ സഭയുടെ വിശ്വാസം സ്വീകരിക്കുക, അവിടുത്തെ ക്രമങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് പോകാമെന്നുള്ള സമ്മതം കൂടെ. അപ്പൊ അതുകൊണ്ട് അവിടെ ഇവിടെയുമായിട്ട് 2 വള്ളത്തിൽ കാല് ചവിട്ടി നിൽക്കാനായിട്ട് സാധിക്കും. പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, പ്രത്യേക സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണത്തിന് മർത്തോമായിൽ വിവാഹം കഴിപ്പിച്ചു വിടുന്ന ഒരാൾ പൂർണ്ണമായ ഉറപ്പ് നൽകിയാൽ അവിടെ നിന്ന് കുർബാന സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞാലൊക്കെ ചില എക്സെപ്ഷൻസ് ഇവിടെ കൊടുക്കാറുണ്ട്. അതല്ലാതെ 2ഇടത്ത് നിന്നും കൊടുക്കാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വിവാഹത്തോടുകൂടി ആ സഭയുടെ വിശ്വാസം ആ ആള് സ്വീകരിച്ച് മാറുകയാണ്, ഒരു കൂദാശ അവിടെ നിന്ന് സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് തിരികെ ഇവിടെ വരുമ്പോൾ ആ കൂദാശ കൊടുക്കുവാനായിട്ട് സാധിക്കുക. ഇനി ഇവിടെ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഒരു പക്ഷേ വിവാഹത്തെക്കുറിച്ച് ഇത് പറയുന്ന പ്രായോഗികമാണോ, അല്ലെങ്കിൽ തിരുമേനിക്ക് അങ്ങനെ പറയാമോ എന്നൊക്കെ ചോദിച്ചാൽ അതിന് എനിക്ക് കൃത്യമായ മറുപടി ഇല്ല. എങ്കിലും എൻ്റെ ഒരു ധാരണ ഇതാണ്. ഞാനിപ്പോൾ അമേരിക്കയിൽ യാത്ര ചെയ്തിട്ട് വന്നതാണ്. 1 ആഴ്ച ക്വാറന്റൈൻ ഇന്നലെ കഴിഞ്ഞതേ ഉള്ളൂ. ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ 1-2 പെൺകുട്ടികളുണ്ട്. അവർ ഓർത്തഡോക്സുകാരെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് കട്ടായം പിടിച്ചു നിൽക്കുകയാണ്. മാതാപിതാക്കള് എങ്ങനെയെങ്കിലും ഒരു മലയാളി, മർത്തോമ, CSI, കത്തോലിക്ക ഏതായാലും വേണ്ടില്ല എന്ന് പറഞ്ഞ് ശാഠ്യം പിടിക്കുമ്പോൾ ഓർത്തഡോക്സ് സഭയിൽ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ശാഠ്യം പിടിച്ച് നിൽക്കുന്ന പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു, ഇതാണ് സത്യമെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ഇതിൽ തന്നെ നിൽക്കണം. ഇതാണ് ശരിയായ വിശ്വാസം, ഇതാണ് ട്രൂ ഫെയ്ത്ത് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ നിൽക്കണം. ഇവിടെയാണ് ചോദ്യം ഉയരുന്നത്, ഞങ്ങൾക്ക് അനുയോജ്യമായ ജീവിത പങ്കാളിയെ കിട്ടുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇത് ഈ വിശ്വാസത്തിന്റെ കാര്യത്തിൽ നമ്മൾ പലപ്പോഴും കോംപ്രമൈസ് ചെയ്യാം. അത് വിശ്വാസത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് പലപ്പോഴും കോംപ്രമൈസ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഇതിനെക്കുറിച്ച് ബോധ്യമില്ലാത്തത് കൊണ്ടും കൺവിക്ഷൻ ഇല്ലാത്തത് കൊണ്ടും. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്നും എങ്ങും പോവുകയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ പറഞ്ഞതിനകത്ത് വിപരീതമായ അഭിപ്രായങ്ങൾ ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതും എനിക്കറിയാമെങ്കിലും അതുകൂടെ ചേർത്ത് പറഞ്ഞെങ്കിലേ ആ ചോദ്യത്തിന് ഉത്തരം പൂർണ്ണമാവുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാൻ അതുകൂടെ ചേർത്ത് പറയുക. എനിക്ക് ഇവിടെ എന്നെ കേൾക്കുന്ന യുവതി യുവാക്കളോട് പ്രത്യേകിച്ച് പറയാനായിട്ടുള്ളത്, ഒന്നുകിൽ അവിടെ അങ്ങ് നിന്നോ, അല്ലെ ആ ആളിനെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി കളിക്കരുത്.
അടുത്ത ചോദ്യം. ലെനീറ്റ ഷാജി, സെന്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ച്, കണ്ണൂർ. വിശുദ്ധ കുർബാനയിൽ വിശ്വാസ പ്രമാണത്തിനിടയിൽ പട്ടക്കാരൻ ജനങ്ങളോട് പ്രാർത്ഥിക്കാൻ അപേക്ഷിക്കുന്നത് വിശദീകരിക്കാമോ? എന്തിനാണ് വിശ്വാസ പ്രമാണത്തിന് ഇടയിൽ തന്നെ ചെയ്യുന്നത്? അച്ഛന്മാർ എന്നോട് ക്ഷമിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ലോകത്തിൽ ഒരിടത്ത് വിശ്വാസ പ്രമാണം മുറിച്ചൊരു പരിപാടി ചെയ്യാറില്ല. വിശ്വാസ പ്രമാണം കഴിഞ്ഞിട്ട് ചെയ്താൽ മതിയാവും. അതിനിടയ്ക്ക് ഇത് ചെയ്യുന്നത് ശരിയാണ്. ഞാനും ചെയ്യാറുണ്ട്, പക്ഷെ ഞാൻ പരസ്യമായിട്ട് അതുകൊണ്ടാണ് ചോദിക്കുന്നത്. എന്തായാലും ചോദിക്കുന്നത് ഇതാണ്: സഹോദരങ്ങളെ, ഗുരുക്കന്മാരെ, ഈ കുർബാന അംഗീകരിക്കപ്പെടുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഇതാണ് ചോദിക്കുന്നത്. ശരിക്കും അത് ചോദിക്കേണ്ടതാണ്, ജനങ്ങൾ മറുപടി പറയേണ്ടതുമാണ്. അത് വിശ്വാസ പ്രമാണത്തിന്റെ ഇടയ്ക്ക് എന്നുള്ളത് എങ്ങനെ കടന്നു വന്നു എന്നെനിക്കറിയില്ല. കടന്നു വരാൻ അതിനൊരു പ്രാക്ടിക്കലായിട്ടുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, കൂടുതൽ പേരുകൾ ത്രോണോസിൽ ഓർക്കുവാനുള്ളപ്പോൾ കുറെ കൂടെ സമയം കിട്ടും എന്നുള്ള ഇതുകൊണ്ടാണ് വിശ്വാസ പ്രമാണത്തിന് ഇടയ്ക്ക് വന്ന് ഇത് ചോദിക്കുകയും പേരുകൾ ഓർക്കാനായിട്ട് ത്രോണോസിന്റെ മുമ്പാകെ മുട്ടുകുത്തുകയും ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ വിശ്വാസ പ്രമാണം കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ്. കാരണം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, വിശ്വാസ പ്രമാണം ബ്രേക്ക് ചെയ്ത് ഒരു കർമ്മം ചെയ്യാനായിട്ട് ഇപ്പൊ നമ്മുടെ രാഷ്ട്രത്തിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സംഘടനയുടെയോ ഇതുപോലെയുള്ള പ്രഖ്യാപനങ്ങളുടെ മധ്യത്തിൽ വേറെ എന്തെങ്കിലും ചെയ്യാറില്ല. വേറെ ഒരു സഭയിലും ഇത് ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ട് ഇതാണ് ഇതിന്റെ റീസൺ എന്ന് ഞാൻ പറയും. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു എന്നീ നമസ്കാരങ്ങളൊക്കെ നമ്മൾ നീ എന്ന അഭിസംബോധന ചെയ്യുന്നുണ്ടല്ലോ, അതൊരു ബഹുമാനക്കുറവല്ലേ എന്ന് ചോദിക്കും. അതും ഇംഗ്ലീഷിലൊന്നും നമുക്ക് അങ്ങനെ അത്രയും ഫീൽ ചെയ്യാറില്ല. ഹോളി ആർട്ട് ദൗ ഓ ഗോഡ് എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ അതിനകത്തുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും ഇത് മാറ്റാവുന്നതാണ്. എന്നാൽ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പറയാം, ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരിക്കൽ പോലും നീ എന്ന് ഞാൻ ദൈവത്തെ സംബോധന ചെയ്യുമ്പോൾ അത് ഒരു മനുഷ്യനെ സംബോധന ചെയ്യുന്നത് പോലെയല്ല. പരിശുദ്ധനായ, മരണമില്ലാത്തവനായ, ക്രൂശിൽ തൂങ്ങിയവനായ ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് ഭയഭക്തിയോടുകൂടെ തന്നെയാണ് ആ വാക്ക് ഉച്ചരിക്കുന്നത്. അത് പൊതുവായി ആലോചിച്ച് മാറ്റുകയാണെങ്കിൽ തെറ്റൊന്നുമില്ല, മാറ്റാവുന്നതാണ്. പക്ഷെ അങ്ങനെ ആ വാക്ക് നീ എന്നുള്ള സംബോധന മാറ്റിയില്ല എങ്കിൽ പോലും അത് ചൊല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന ഉള്ളിലെ വിചാരവും ഭക്തിയും ആണ് ഏറ്റവും പ്രധാനം എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. ഇംഗ്ലീഷിൽ കുറെ കൂടെ അത് ഹോളി ആർ ദൗ ഓ ഗോഡ് എന്ന് പറയുമ്പോൾ വളരെയധികം ബഹുമാനത്തോടെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളത്. ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു എന്ന് പറയുന്നതാണ് ലാംഗ്വേജ് വെച്ച് നോക്കിയാൽ ശരിയായിട്ടുള്ളത്. അത് സഭ പൊതുവായിട്ട് ആലോചിച്ച് ചെയ്യാവുന്നതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതായത് നമ്മളെ കന്യാമറിയാമിനെ സ്ത്രീയെ എന്ന് അഭിസംബോധന ചെയ്യുന്ന വേർഡ്, അതായത് ഷീ എന്നുള്ള ഇംഗ്ലീഷ് പദത്തിൽ നിന്ന് തർജ്ജമ, അതായത് വേദപുസ്തകം രചിക്കപ്പെട്ടത് ദൈവാത്മ പ്രചോദനം കൊണ്ടാണെങ്കിൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് ഭാഷാ പരിജ്ഞാനം കൊണ്ടാണ്. അപ്പോൾ യു എന്നല്ലെങ്കിൽ ഷീ എന്നുള്ളത്, ഇപ്പൊ നേരത്തെ യു എന്ന് പറഞ്ഞതും ഷീ എന്ന് പറഞ്ഞതും നമ്മൾ സ്ത്രീയെ നിനക്ക് എന്ത് എന്ന് കർത്താവ് ചോദിക്കുന്നത് വെച്ചിട്ടാണ് പ്രൊട്ടസ്റ്റന്റുകാർ മാതാവിനെ മൊട്ടത്തോടനോട് ഉപമിക്കേണ്ടി വന്നിട്ടുള്ളത്. ശരിക്കും നമ്മളുടെ ബൈബിൾ വരുമ്പോഴോ അല്ലെങ്കിൽ ആ സ്ത്രീ എന്നുള്ളതിനെ റെസ്പെക്ട് ചെയ്യുന്ന അതായത് ഗ്രീക്ക് ഇതിനകത്ത് വരുമ്പോൾ ഭവതി അല്ലെങ്കിൽ വളരെ ഏറ്റവും റെസ്പെക്റ്റ് ഉള്ള വേർഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മലയാളത്തിൽ വന്നപ്പോൾ സ്ത്രീ എന്നാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതും സഭ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നില്ലേ എന്ന് തോന്നാറുണ്ട്. ഞാൻ പറയുന്നത് അത് മാറ്റരുതെന്നാണ്. അത് സുറിയാനി പിതാക്കന്മാരുടെ വ്യാഖ്യാനം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. സ്ത്രീ എന്നുള്ള വാക്ക് മാറ്റാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് പിതാക്കന്മാരുടെ വ്യാഖ്യാനം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. ഉൽപ്പത്തി പുസ്തകത്തിലെ ഏദൻ തോട്ടത്തില് സാത്താന് പാമ്പിന് നൽകുന്ന ശാപത്തിന്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട്, സ്ത്രീയുടെ സന്തതി
സർപ്പത്തിന്റെ തല ചതയ്ക്കും എന്നുള്ളത്. അപ്പോൾ മശിഹാതമ്പുരാൻ കന്യാമറിയാമിനെ സ്ത്രീയെ എന്ന് അഭിസംബോധന ചെയ്യുമ്പോൾ ഇത് ജനങ്ങളോട് പറയുകയാണ്, സാത്താന്റെ തല തകർക്കുന്ന സ്ത്രീയുടെ സന്തതി, ആ സ്ത്രീ ഇതാണ് എന്നുള്ള പ്രഖ്യാപനമാണ് എന്നാണ് പിതാക്കന്മാരുടെ എഴുത്തുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് എനിക്ക് തോന്നുന്നു അത് ഭാഷാപരം മാത്രമല്ല, അതിന് ബിബ്ലിക്കലായിട്ടും ഡോക്ട്രിനലായിട്ടും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് ഓർക്കുന്നു. തിരുമേനി ജേക്കബ് മാത്യു അച്ഛനാണ്. ഒരു കാര്യം എന്റെ കൂടെ ആഡ് ചെയ്തോട്ടെ. അച്ഛൻ എവിടെ നിന്നാ? ഒർലാൻഡോയിൽ നിന്നോ? USA? അതെ 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 അതെ. ജേക്കബ് മാത്യു അച്ഛൻ നമ്മുടെ വളരെയേറെ ഒരു പണ്ഡിതനായിട്ടുള്ള ഒരു അച്ഛനാട്ടോ. നമ്മുടെ ഞാനും അച്ഛനും കൂടെ ഒരുമിച്ച് പഠിച്ചതാണ്. അച്ഛൻ അമേരിക്കയിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ സന്തോഷം. സ്വാഗതം അച്ഛാ. ജേക്കബ് മാത്യു വരുന്നതിൽ സന്തോഷം. വെൽക്കം അച്ഛൻ. താങ്ക് യു. പാർക്കുമൂർ തിരുമേനി, ഈ അത്സോ എന്ന വാക്കാണ് സുറിയാനിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത്സോ മോ ലി ഉലേഖ് എന്നാണ് ഈ വേദഭാഗത്തില് സ്ത്രീയെ എനിക്ക് നിനക്കും എന്ത് എന്നുള്ളിടത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് യോഹന്നാന്റെ ഏവങ്കേലിയോ, പരിശുദ്ധനായ യോഹന്നാന്റെ ഏവങ്കേലിയോ 2-ാം അധ്യായത്തില് അത്സോ എന്ന സുറിയാനി വാക്കിന് ലേഡി എന്നാണ് തത്തുല്യമായ ട്രാൻസ്ലേഷൻ അവിടെ ഉള്ളത്. സോ അത് വളരെ ബഹുമാനത്തോടു കൂടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ് യോഹന്നാന്റെ ഏവങ്കേലിയോനില്. അത് തന്നെയാണ് സുറിയാനില് നമ്മൾ ട്രാൻസ്ലേറ്റ് മലയാളത്തിൽ ലേഡി എന്നുള്ളതിന് ഭവതി എന്നൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഭാഷാന്തരം അത് ട്രാൻസ്ലേറ്റ് ചെയ്ത കാലത്ത് ഇല്ലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് സ്ത്രീയെ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. മലയാളത്തിൽ തത്തുല്യമായ അല്ലെങ്കിൽ ബഹുമാനം രഹിതമായ വാക്ക് പെണ്ണെ എന്നൊക്കെ പറയുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ അതൊന്നും അല്ലല്ലോ, സ്ത്രീ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് തിരുമേനി നേരത്തെ സൂചിപ്പിച്ച ആദാമിന്റെ സന്തതി രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സ്ത്രീയുടെ സന്തതി തല പിശാചിന്റെ അല്ലെങ്കിൽ പാമ്പിന്റെ തല തകർക്കും എന്നുള്ള വേദഭാഗവും ഉദ്ദേശിച്ചിരിക്കുന്നത്. പരിശുദ്ധനായ അന്ത്യോക്യയിലെ വിശുദ്ധനായ സെവേറിയോസ് വളരെ കാര്യമായിട്ട് പറയുന്ന ഒരു ഭാഗം. പ്രത്യേകിച്ച് അതുകൊണ്ടാണ് മറിയാം ദൈവമാതാവ് എന്ന് എല്ലായ്പ്പോഴും സംശയം കൂടാതെ പറഞ്ഞു എന്ന് 5-ാം തുബദേനിൽ ആ പരിശുദ്ധ പിതാവിനെ കുറിച്ച് പറയുന്നത്. താങ്ക് യു. ഇത്ര ആഡ് ചെയ്യാനുണ്ടായിരുന്നു. വളരെ സന്തോഷം തോന്നി. കാരണം തിരുമേനിയുടെ വ്യാകരണം അതിനോടനുബന്ധിച്ച് ജേക്കബ് മാത്യു അച്ഛൻ അച്ഛൻ, ഞാൻ ഷൈജു ആണ്, സജിയുടെ ബ്രദറാണ്. അറിയിച്ചതിൽ വളരെ നന്ദി. താങ്ക് യു. ഗുഡ് ടു സീ യു. എനിക്കൊന്ന് പറയാമോ? ചോദിച്ചോളൂ. മുമ്പേ തിരുമേനി പറഞ്ഞ ഒരു കാര്യത്തെ പറ്റിയായിരുന്നു ചോദിക്കാനുള്ളത്. അതായത് 2-ാമത്തെ വരവിനെ പറ്റി പറഞ്ഞു. അപ്പം 2-ാമത്തെ വരവ് എന്തിനാണെന്ന് ഒന്ന് മനസ്സിലാക്കി തന്ന നല്ലതായിരുന്നു. ഞാൻ ഓർത്തഡോക്സ് വിശ്വാസിയാണ്. മഹത്വ പ്രത്യക്ഷത എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും ഒന്നാണോ എന്നും കൂടെ അറിയാൻ വേണ്ടിയായിരുന്നു. താങ്ക് യു. ദൈവം സ്നേഹമാണ്. ദൈവത്തിന്റെ സ്നേഹം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ 2-ാമത്തെ വരവിൽ തീർച്ചയായിട്ടും സ്നേഹമുണ്ട്. ന്യായവിധിക്കായിട്ടാണ് വരുന്നത്. ഒരു ന്യായവിധി, 2-ാമത്തെ വരവിൽ ന്യായവിധിയുണ്ട്. വലതുഭാഗത്തും ഇടതുഭാഗത്തും നിൽക്കേണ്ടതായിട്ട് വരും. വലതുഭാഗത്തുള്ളവർ നിത്യജീവനിലേക്കും ഇടതുഭാഗത്തുള്ളവർ നിത്യനരകത്തിലേക്കും പോകേണ്ടതായിട്ട് വരും. അപ്പൊ ന്യായാധിപനായിട്ടുള്ള കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയാണ് 2-ാമത്തേത് എന്നുള്ളത് ഓർമ്മിപ്പിക്കും. എനിക്ക് ഉത്തരം കിട്ടിയെന്നാണ് എൻ്റെ വിചാരം. ഇല്ല, കാരണം മൊസാത്ത് തിരുമേനയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. നിത്യനരകം ഇല്ല എന്നാണ് ഓർത്തഡോക്സ് സഭ വിശ്വസിക്കുന്നതെന്നാണ് ഞാൻ അന്ന് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നിത്യനരകം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് ഒന്നുകൂടെ, കാരണം ആ വീഡിയോ പറഞ്ഞത് നിത്യനരകം ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത് ഇത്രയും നാളും. ഇപ്പൊ തിരുമേനി പറഞ്ഞപ്പോഴാണ് നിത്യനരകം ഉണ്ടെന്ന് വീണ്ടും തോന്നുന്നത്. അപ്പൊ അങ്ങനെ 2 തിരുമേനിമാർ 2 അർത്ഥത്തിൽ പറയുമ്പോൾ അതെന്താണ് വിശ്വസിക്കേണ്ടത് ഒന്ന് വ്യക്തമാക്കി തരാമോ? താങ്ക് യു. തിരുമേനി അത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളതിനെ ഞാൻ പരിശോധിക്കണം. തിരുമേനി അതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഞാൻ എന്തായാലും വിശുദ്ധ വേദപുസ്തകത്തിലെ കാര്യമാണ് പറഞ്ഞത്. കർത്താവ് ന്യായം വിസ്തരിക്കുമ്പോൾ കർത്താവിന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും, വലതുഭാഗത്തുള്ള കുഞ്ഞാടുകൾ നിത്യജീവനിലേക്കും ഇടതുഭാഗത്തുള്ളവർ നിത്യനരകത്തിലേക്കും പോകുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ഞാൻ പറയുന്നു, തിരുമേനി ഒരു പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ദൈവം സ്നേഹമാകുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ആ സ്നേഹവാനായ ദൈവം ഒരിക്കലും ഒരു നരകത്തിലേക്ക്, നിത്യനരകത്തിലേക്ക് വിടുകയില്ല എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിരിക്കണം തിരുമേനി നൽകിയതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസമാണ് നിത്യനരകം എന്നുള്ളത്.
അല്ല, നരകം എന്നുള്ളത് നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ ഇല്ലേ? നരകത്തിനെ പറ്റിയുണ്ട്, പക്ഷെ നിത്യനരകം എന്നുള്ളത് ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസമാണോ? നിത്യജീവൻ ഉണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർ എവിടോട്ട് പോകും? അറിഞ്ഞൂടെ, എനിക്ക് ഞാൻ അതല്ല ചോദിച്ചത്. കാരണം ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നിത്യനരകം ഇല്ലെന്നുള്ളതാണ്. ഞാൻ ഇതേവരെ മനസ്സിലാക്കി വെച്ചത്. എനിക്ക് 62 വയസ്സുണ്ട്. ഞാൻ കൊറ്റമ്പള്ളി മാറയിലെ ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിലെ മെമ്പറാണ്, ഓച്ചിറയ്ക്കടുത്ത്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു ചോദിക്കുന്നത്. ഞാൻ ഇന്നലെ വരെ വിശ്വസിച്ചിരുന്നത്, ഇപ്പൊ കുറച്ച് മുമ്പ് വരെ വിശ്വസിച്ചിരുന്നത് നിത്യനരകം ഇല്ല, റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണം ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് നിത്യനരകം ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം ഉണ്ടായിരുന്നത് ഓർത്തഡോക്സ് സഭയിൽ. ഇപ്പൊ തിരുമേനി പറഞ്ഞപ്പോഴാണ് അതെനിക്ക് തോന്നിയത് നിത്യനരകം. ഞാനും അത് അന്വേഷിക്കാം. തിരുമേനി പറഞ്ഞതുപോലെ. താങ്ക് യു. സ്ഥിതിക്ക് ഞാനും അന്വേഷിച്ചോളാം. എന്തായാലും സ്വർഗവും നരകവും ഉണ്ട് എന്ന് തന്നെയാണ് സഭയുടെ പഠിപ്പിക്കലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറയാം. അന്ന് കെ വർഗീസ് അച്ഛനാണ് അവിടെ ആരാധന നടത്തുന്നത്. ഒരു 1.5 മാസം മുമ്പ് അദ്ദേഹം പറഞ്ഞത് യേശുക്രിസ്തു നരകത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ് നരകം എന്നുള്ളത്. അതിന്റെ ക്ലിപ്പ് വേണമെങ്കിൽ ഞാൻ തിരുമേനിക്ക് അയച്ചു തരാം. നരകം എന്നുള്ളത് അതുകൊണ്ട് തീയിലിട്ട് പൊരിക്കുകയൊന്നുമില്ല എന്ന് തന്നെയാണ് കെ വർഗീസ് അച്ഛൻ അന്ന് അവിടെ ഇത് വായിച്ചിട്ട് 5 മിനിറ്റത്തെ പ്രസംഗത്തിൽ പറഞ്ഞത്. അപ്പൊ ഇതിപ്പോ ഓരോരുത്തരും ഓരോ രീതി പറയുമ്പോൾ ഓർത്തഡോക്സുകാരനായ ഞാൻ എന്താണ് വിശ്വസിക്കേണ്ടത്? താങ്ക് യു. നരകം അല്ല, ഇപ്പൊ ഞാനിപ്പം നരകം എന്ന് പറയുന്നതിനകത്ത് തീ മാത്രമാണോ അതോ ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പിതാക്കന്മാരുടെ എഴുത്തുകളിലൂടെ അത് വായിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഞാനും പഠിക്കാം. അപ്പൊ നരകം എന്ന് പറയുന്നതിനകത്ത് പിന്നെ തീയും അതുപോലെ തന്നെ അട്ടയും പുഴുവും ചാകാത്ത പുഴുവും കെടാത്ത തീയും മാത്രമാണോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ തീർച്ചയായിട്ടും പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് തന്നെയാണോ നരകം എന്നുള്ളത്? അത് ഞാൻ പഠിച്ചിട്ടുള്ള ബെൻഹിനോ താഴ്വരെ പറ്റിയാണ്. യെരുശലേം ദേവാലയത്തിനടുത്തുണ്ടായിരുന്ന താഴ്വരെ പറ്റിയാണ്. ഞാൻ അതിന് വേറെ പഴയ നിയമത്തിൽ വേറെ പേരായിരുന്നു, പക്ഷെ പുതിയ നിയമത്തിൽ ബെൻഹിനോ താഴ്വര എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അവിടെ നിത്യ തീയും അവിടെ ചാകാത്ത പുഴുക്കളും ഉണ്ടായിരുന്നു. അവിടെയാണ് ഈ ഈ കള്ളന്മാരെയൊക്കെ എറിയുന്നതും അങ്ങനെ മരിച്ചുപോയ അങ്ങനെ ഈ ശപിക്കപ്പെട്ടവരെ എറിയുന്ന സ്ഥലമൊക്കെ ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ എടുത്തു ചോദിച്ചെന്നേ ഉള്ളൂ. കാരണം മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ അല്ലാതെ പറയുമ്പോൾ ഒരു ഓർത്തഡോക്സ് വിശ്വാസിയായി എനിക്ക് ചോദിക്കേണ്ടതായിട്ട് വരും തിരുമേനിയോട്. അതുകൊണ്ട് മാത്രം ഞാൻ ചോദിച്ചാണ്. താങ്ക് യു. അതുകൊണ്ടാണല്ലോ ഉത്തരങ്ങൾ പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ പരിശോധിക്കുക. ഞാൻ എന്തായാലും സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുകയാണ്. കർത്താവ് പറഞ്ഞ ലാസറിന്റെ ധനവാന്റെ ഉപമയിലും ഒക്കെ ഈ പറയുന്ന വ്യാഖ്യാനങ്ങളൊക്കെ കർത്താവ് പറയുന്നത്. അതിൽ പിന്നെ ഓരോരുത്തരും നൽകുന്ന വ്യാഖ്യാനം എന്താണെന്നുള്ളത് അത് സഭയുടെ വ്യാഖ്യാനം തന്നെയാണോ, സഭയുടെ ഡോക്ട്രിനൽ ഇന്റർപ്രിട്ടേഷൻസ് ആണോ എന്നുള്ളത് പരിശോധിക്കാവുന്നതാണ്. ഞാൻ പറയുന്നതും പരിശോധിക്കാവുന്നതാണ്. ഞാൻ പറയില്ല, നമ്മുടെ ഇപ്പോഴത്തെ ഉള്ള ഇന്റർപ്രിട്ടേഷൻസ്, സഭയുടെ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് സഭയുടെ ഡോക്ട്രിന്റെ മേളിൽ നിന്നുകൊണ്ടുള്ള ഇന്റർപ്രിട്ടേഷൻസ് മാത്രമാണ് ശരിയായിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ. എന്തായാലും ഞാനിത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നാളെ തന്നെ ഞങ്ങളുടെ പള്ളിയിലെ അച്ഛനോട് ചോദിക്കാം. കാരണം അച്ഛൻ അന്ന് പ്രസംഗിച്ച വിവരവും ഈ വിവരവും തമ്മിൽ എന്താണ് അതിന്റെ വ്യാഖ്യാനം എന്ന് ഞാൻ നാളെ ചോദിക്കാം. എന്നിട്ട് ഞാൻ സഭയോട് ഇതിനെപ്പറ്റി അല്ലല്ല, അങ്ങനെയല്ല. തിരുമേനി പറയുന്നത് കൃത്യമായിട്ട് സഭയുടെ വ്യാഖ്യാനമാണോ എന്നുകൂടി കൃത്യമായിട്ട് തിരുമേനി പറയണം. ഇനി പഠിക്കുക എന്നുള്ളതല്ല. തിരുമേനി എന്ന് പറയുമ്പോൾ എല്ലാം പഠിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ അന്നേരം തീർച്ചയായിട്ടും അതുകൊണ്ടാണ് പറഞ്ഞത്. താങ്ക് യു. മറുപടി പറയാനാണ് വെച്ചിരിക്കുന്നത്. ഞാനത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ എംജിഒസിസത്തിന്റെ മലബാർ ഭദ്രാസന എല്ലാ ചോദ്യങ്ങൾക്കും തിരുമേനിക്ക് ഉത്തരം പറയാൻ പറ്റത്തില്ല എന്ന് തിരുമേനി ആദ്യം തന്നെ പറഞ്ഞതാണ്. മാത്രമല്ല നമ്മൾ ഒരു കാര്യം കൂടെ ഡോക്ടറിൽ ആയതുകൊണ്ട് ഈ കാര്യം പരിശോധിക്കുക. ഞാൻ പറഞ്ഞ ഉത്തരം കൂടെ പരിശോധിക്കുക. ഇനി മറ്റേ അച്ഛനോട് ചോദിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ ആ അച്ഛൻ അത് എവിടെ നിന്നുള്ള ഇന്റർപ്രിട്ടേഷൻ, അച്ഛന്റെ സ്വന്തം ഇന്റർപ്രിട്ടേഷൻ ആണോ അതോ ഏതെങ്കിലും പിതാക്കന്മാരുടെ എഴുത്തുകളിൽ നിന്ന് വായിച്ചെടുത്തിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ ആണെങ്കിൽ അത് എവിടെയാണ് എന്നുള്ളത് ചേർത്ത് പറഞ്ഞെങ്കിൽ മാത്രമേ ഇപ്പോൾ എനിക്ക് അയച്ചു തരാണോ എന്ന് സാജി പറയുന്ന ഉത്തരത്തിന് പ്രാധാന്യം ഉണ്ടാവുകയുള്ളൂ. തിരുമേനി, ഞാനൊന്ന് ചോദിച്ചോ. ഒരു കാര്യം തിരുമേനി നേരത്തെ പറഞ്ഞ പോലെ
ഈ ഇന്റർപ്രിട്ടേഷൻസ് ഒരുപാടുണ്ട്. വേദപുസ്തകം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് തിരുമേനി ഈ ഒരു കാര്യത്തിന് ആൻസർ ചെയ്തിരിക്കുന്നത്. ഇന്റർപ്രിട്ടേഷൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ വിശദീകരണം കൊടുക്കുന്നുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ മുമ്പോട്ട് പോകില്ല. നമ്മളിപ്പോൾ ചോദിച്ച ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കുട്ടികൾ ചോദ്യം ചോദിക്കാനായിട്ട് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുവാൻ നല്ലതായിരുന്നു. കാരണം അവരാണ് മറ്റോട് ചോദിക്കരുതെന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. അവർക്കൊരു പ്രിഫറൻസ്, കാരണം അവർക്ക് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അവർക്ക് അതിൻ്റെ അകത്ത് സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് മലബാർ ഭദ്രാസന MGOCSത്തിന്റെ ആഭിമുഖ്യത്തിൽ ആണ് ഇത് നടക്കുന്നത്. പോൾസൺ കുരുവിള ചോദിക്കാനായിട്ടാണോ കുറച്ചു മുമ്പേ ഹാൻഡ് റൈസ് ചെയ്തിരുന്നു? കുട്ടികൾക്ക് വേണ്ടി ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. യെസ് ചോദിച്ചോളൂ. സൃഷ്ടിയുടെ കഥയിൽ വരുമ്പോൾ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചതായിട്ട് വേദപുസ്തകത്തിൽ പറയുന്നു. നമുക്ക് ഈ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് പ്ലീസ് നമുക്ക് അടുത്ത സെഷനിലേക്ക് അത് ചോദിക്കാം. ഈ ചോദ്യമായിട്ട് ബന്ധപ്പെട്ടതാണത്. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചതായിട്ട് പറയുന്നുണ്ട്, പക്ഷെ നരകത്തെ സൃഷ്ടിച്ചതായിട്ട് വേദപുസ്തകത്തിൽ കാണുന്നില്ല. സാത്താനെ സൃഷ്ടിച്ചിട്ടുണ്ടോ? സാത്താന്റെ സൃഷ്ടി എന്താണെന്നുള്ളത് നമുക്ക് സൃഷ്ടിച്ചത് മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ഇന്റർപ്രിട്ടേഷൻ തെറ്റാണ്. എന്നാ മനസ്സിലായില്ല. നരകത്തെ സൃഷ്ടിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന്റെ പാരലായിട്ടുള്ള ചോദ്യമാണ് സാത്താനെ സൃഷ്ടിച്ചിട്ടുണ്ടോ? ഇല്ല, കർത്താവ് സൃഷ്ടിച്ചതല്ല. നരകവും പിന്നെ സാത്താനും ഒന്നും ദൈവത്തിന്റെ സൃഷ്ടിയല്ല. മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിൽ നിന്നുണ്ടായ സംവിധാനങ്ങൾ. മനുഷ്യനെ റോബോട്ടായിട്ടല്ല സൃഷ്ടിച്ചത്. മനുഷ്യന് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട നൽവരം എന്ന് പറയുന്നത് ഫ്രീ വില്ലാണ്. യു ക്യാൻ ചൂസ്. മനുഷ്യൻ ചൂസ് ചെയ്തപ്പോൾ സംഭവിച്ചതാണ് നരകവും സാത്താനും ഒക്കെ. അല്ല, ദൈവം സൃഷ്ടിച്ചതെല്ലാം നല്ലതെന്ന് കണ്ടു. നല്ലതല്ലാതെ ഒന്നും ദൈവം സൃഷ്ടിച്ചിട്ടില്ല. അപ്പോൾ നരകത്തിന്റെ എക്സിസ്റ്റൻസ് എങ്ങനെയാണെന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കേണ്ടതെന്നുള്ളതാണ് സംശയം. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഞാൻ അവിടെ പോയിട്ടില്ല. നിങ്ങൾ ആരും ഇതിനകത്ത് പോയിട്ടില്ല. ഈ ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയെല്ലാം നരകതുല്യം. ദൈവ സാന്നിധ്യം ഇല്ലാത്തതെല്ലാം അതിനെ നമ്മളൊരു ജോഗ്രഫിക്കൽ, ഒരു ഫിസിക്കൽ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ പ്രശ്നം. അതങ്ങനെയല്ല. ആദാമും ഹവ്വായും ഏദൻ തോട്ടത്തിൽ ദൈവം നൽകിയ എല്ലാ നന്മകളുടെയും മധ്യത്തിൽ ജീവിച്ചപ്പോൾ അവരുടെ ഉള്ളിലുണ്ടായ ഒരാഗ്രഹത്തിൽ നിന്നുണ്ടാകുന്നതാണ് തിന്മ, നരകം. അത് ചൂസ് ചെയ്യാനായിട്ടുള്ള ഫ്രീ വിൽ എന്ന് പറയുന്ന വരം ദൈവം മനുഷ്യന് മാത്രമേ നൽകിയിട്ടുള്ളൂ. മറ്റു പക്ഷികളുമെല്ലാം അവരുടെ ഇൻസ്റ്റിങ് അനുസരിച്ചാണ് ജീവിക്കുന്നത്. ജഗമതിസ്റ്റിന് അതിനെക്കുറിച്ച് പറയാനായിട്ടുണ്ട്. ജഗമതിസ്റ്റ പ്ലീസ്. താങ്ക് യു. ഞാൻ പറയാൻ വന്ന അവസാനം തിരുവേനി ഇപ്പൊ പറഞ്ഞത്, നരകം ഹെൽ എന്ന് പറയുന്ന ഒരു സ്പേഷ്യൽ എക്സിസ്റ്റൻസ് ആയിട്ട് വിചാരിക്കുമ്പോഴത്തേനുള്ള ഒരു പ്രശ്നമാണിത്. നരകം എവിടെയാണ്, അതിന് എത്ര കിലോമീറ്റർ നീളമുണ്ട്, എത്ര കിലോമീറ്റർ വീതിയുണ്ട് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാൻ പോയി കഴിയുമ്പോഴത്തേന് വരുന്ന പ്രശ്നമാണ്. നരകം എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ടാണ് നിത്യനരകം എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രാർത്ഥനയിലുള്ള ഒരു സംഗതിയെ നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതാ തിരുവേനിയും സൂചിപ്പിച്ചത്. അത് റിയലായിട്ട് അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയാൽ നിത്യനരകം എന്നുള്ള വാക്ക് ആരാധനയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കറക്റ്റീവ് സെൻസിൽ കൂടിയാണ്. അതായത് എൻ്റെ ജീവിതത്തെ ഞാൻ വിശുദ്ധീകരിക്കുന്നതിലൂടെ എനിക്ക് നിത്യജീവനിലേക്കുള്ള പ്രവേശനം ലഭിക്കും എന്നുള്ളത് ഒരു കറക്റ്റീവ് സെൻസിൽ നമ്മെ മനസ്സിലാക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ കൂടിയാണ് എടുക്കേണ്ടത്. അല്ലാതെ ഇതൊരു സ്ഥലമായിട്ടും അവിടെ സ്ഥിരമായിട്ട് സിറ്റിസൺഷിപ്പ് ഉണ്ടെന്നോ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയി കഴിയുമ്പോഴത്തേന് ഈ മിഡീവൽ ടൈമിൽ കത്തോലിക്ക സഭയിൽ ഉയർന്നു വന്ന ചില പഠിപ്പിക്കലുകളുടെ, പ്രത്യേകിച്ച് ഡാൻറ്റെ എന്ന് പറഞ്ഞാൽ എഴുതിയ ഡിവൈൻ കോമഡി എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള നരക വ്യാഖ്യാനമാണ് ഈ നമ്മളിപ്പോ കേൾക്കുന്നത്. അല്ലെ നമ്മളിപ്പോ ചോദിച്ചു. എനിക്ക് കേൾക്കുന്നുണ്ടോ? ഈ ഡാൻറ്റെ എന്ന് പറഞ്ഞ ആള് ഡിവൈൻ കോമഡി എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയതിന്റെ അടിസ്ഥാനത്തിലുള്ള നരക വ്യാഖ്യാനം നമ്മൾ എടുത്താൽ നമ്മൾ അബദ്ധത്തിൽ ചെന്ന് ചാടുകയുള്ളൂ. അതല്ല പരിശുദ്ധ ഓർത്തഡോക്സ് സഭയുടെ നരക വ്യാഖ്യാനം എന്നും കൂടെ എൻ്റെ കൂടെ ചേർത്ത് പറയണം. അതുപോലെ നേരത്തെ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ, ഈ ദാവ് എന്നുള്ള വാക്കിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നീ എന്നുള്ള വാക്കിനെ സംബന്ധിച്ച്. ഞാനിപ്പോൾ ഒന്നുകൂടെ റെഫർ ചെയ്യാൻ വേണ്ടി അല്പസമയം എടുത്തതാണ്.
ഈ നീ എന്നുള്ള വാക്ക് ഈ ഇംഗ്ലീഷിൽ ദൗ എന്ന് പറയുന്നത് ഓൾഡ് ഇംഗ്ലീഷ് ടൈമിൽ ഉപയോഗിച്ചിരുന്ന വാക്ക് ആരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാക്കാം. എല്ലാവരും പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാക്കാം. പിന്നീട് അത് ഒരു രൂപം മാറി അത് ദൈവത്തിന് മാത്രം അല്ലെങ്കിൽ വളരെ ബഹുമാനിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമായി എന്നുള്ള അർത്ഥത്തിലാണ് അത് മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മൾ മലയാളത്തിൽ നീ എന്ന് പറയുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല. നമ്മൾ ആരെ നീ എന്ന് വിളിച്ചാലും അതിന് അതിന്റെ റിയൽ ആയിട്ടുള്ള സെൻസിൽ തന്നെ എടുക്കാൻ. രണ്ടാമത് ദൈവത്തെക്കുറിച്ച് നീ എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ നീ എന്ന് വിളിക്കുന്ന പോലെ അല്ലല്ലോ. മനുഷ്യനും ദൈവവും വേറെ വേറെയാണ്. ദൈവം ദൈവമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദൈവത്തെ അഭിസംബോധന ചെയ്യുന്ന ഒരു പദം എന്നുള്ള അർത്ഥത്തിൽ മാത്രം അതിനെ എടുത്താൽ മതി. അല്ലാതെ ഒരു മനുഷ്യന്റെ തത്തുല്യമായിട്ട് ദൈവത്തെ എടുക്കരുത് എന്നും കൂടി ഒരു റിക്വസ്റ്റ് എനിക്കുണ്ട്. താങ്ക് യു. താങ്ക് യു അച്ഛാ. ബ്ലസ്സി ജോജി ചോദ്യം ചോദിക്കാം. ഞാൻ ചോദിക്കാം. അതായത് നമ്മുടെ പിതാവും പുത്രനും പരിശുദ്ധ റൂഹയുമാകുന്ന ഏകസത്യ ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പം അതാണല്ലോ നമ്മുടെ വർഷിപ്പ്. അപ്പം ഈ യഹോവ എന്ന് പറയുന്നത് ഈ ത്രിത്വത്തിൽ എങ്ങനെയാണ് നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്നത്? അതിനെ സംബന്ധിച്ചുള്ള ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ. ദൈവത്തെ അഭിസംബോധന ചെയ്ത വാക്കെന്നോ, കാരണം അവര് ഗോഡ് എന്നുള്ള വാക്ക് അവർ ഉപയോഗിക്കുകയില്ല. അവർക്ക് ഉപയോഗിക്കാനൊക്കെ, കാരണം അത്ര പരിശുദ്ധമായതുകൊണ്ട് ആ വാക്ക് ദൈവം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാനൊക്കാത്തതിന്റെ ഒരു ശണ്യണിയുമായിട്ട് ജനങ്ങൾ ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒന്നാണ് യാഹ്വേ എന്ന് പറയുന്ന വാക്ക്. എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള വളരെ ഹാർഡായിട്ടുള്ള ചോദ്യങ്ങൾ ഈ MGOCSMന്റെ മീറ്റിങ്ങിൽ നിന്ന് ഒഴിവാക്കുന്നത് തന്നെയാണ്. കുട്ടികളുടെ ലെവലിലേക്ക് നമുക്ക് കുറച്ചുകൂടെ താണു വരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു സെഷൻ നമുക്ക് വേണമെങ്കിൽ ക്രമീകരിക്കാവുന്നതാണ്. സീനിയേഴ്സ് ആയിട്ടുള്ളവർക്ക് ചോദിക്കാവുന്നതാണ്. നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യുന്നത് കുട്ടികളുടെ ലെവലിലുള്ള അവർക്ക് മനസ്സിലാകത്തക്ക വിധത്തിലുള്ള ഒരു ഡിസ്കഷൻ ആണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. കുട്ടികൾക്ക് ആർക്കും ചോദിക്കാനായിട്ട് അവസരം കൊടുക്കുന്നില്ല. ദയവായിട്ട് പ്ലീസ്, നമുക്ക് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ സെഷൻ. നമുക്ക് പറഞ്ഞല്ലോ പിന്നെ വലിയവർക്ക് വേണ്ടി വേറൊരു സെഷൻ നമുക്ക് നടത്താനായിട്ടുള്ള ക്രമീകരണം ചെയ്യാം. പക്ഷേ ഇത് നമ്മൾ പ്ലീസ് നമുക്ക് അവർക്ക് വേണ്ടി മാത്രം ഒന്ന് മാറ്റിവെക്കാം. അവരുടെ മനസ്സിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണല്ലോ ചോദിക്കുന്നത്. അവർ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളതെന്ന് അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. നിങ്ങൾ കുട്ടികളൊന്ന് പറയാമോ? ആരെങ്കിലും ഒന്ന് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു കമന്റ്സ്. അച്ഛൻ ഇപ്പൊ പറഞ്ഞ ഒരു വാക്ക്, കാരണം ഇത് സോറി കേട്ടോ. അപ്പൊ വലിയവർക്ക് വേണ്ടി ഒരു സെക്ഷൻ വെച്ചാൽ വളരെ ഉപകാരമായിരിക്കും. പല തെറ്റിദ്ധാരണകളും ഞങ്ങളെ ഉള്ളവരുടെ മാറി കിട്ടും എന്ന് ഞാൻ അച്ഛൻ പറഞ്ഞതിൽ നിന്ന് വളരെ സന്തോഷമുണ്ട്. താങ്ക് യു. തിരുമേനി അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാനായിട്ടുള്ള എനിക്ക് അതിൻ്റെ ഒന്നും ഇതില്ല, കാരണം ഞാൻ MGOCSത്തിന്റെ ചുമതല വഹിക്കുന്നുണ്ട്. തിരുമേനി പറയുകയാണെങ്കിൽ നമുക്ക് HREMന്റെ നേതൃത്വത്തിൽ വേണേൽ അങ്ങനെ ചെയ്യാം. അതിൻ്റെ അകത്ത് വേറൊരു തിരുമേനി അനുവദിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് കുട്ടികൾ ആരെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞതായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അച്ഛാ, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? തിരുമേനി, നമ്മുടെ മറ്റ് സഭകളിൽ 1ഉം 2ഉം പ്രാവശ്യം വിശുദ്ധ കുർബാന അർപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസം എന്ന് പറയുന്നത് യേശുക്രിസ്തു ഒരു പ്രാവശ്യമേ ക്രൂശിക്കപ്പെട്ടിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു ദിവസം ഒരു പ്രാവശ്യമേ വിശുദ്ധ ബലി അർപ്പിക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ 3മേ കുർബാനയും 5മേ കുർബാനയും അർപ്പിക്കുന്നതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരുമോ? ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ അതില്ല. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ചില തെറ്റായ രീതികളൊക്കെ കടന്നു വന്നിട്ടുണ്ട്. നമ്മൾ 100മേ കുർബാന വരെ ചൊല്ലുക, പക്ഷെ അത് അങ്ങനെ ഇല്ല. മറ്റൊരു ഓർത്തഡോക്സ് സഭയിലും ഞാനിങ്ങനെ കണ്ടിട്ടില്ല 3 ത്രോണോസിലും 5 ത്രോണോസിലും നിൽക്കുന്നത്. ഒരു കുർബാനയേ ഉള്ളൂ. എല്ലാവരും വെസ്റ്റ്മെൻസ് എന്ന് പറഞ്ഞാൽ കാപ്പ അതുപോലുള്ള കാര്യങ്ങൾ ധരിച്ച് ആ മദ്ബഹായിൽ ശുശ്രൂഷയ്ക്ക് പ്രവേശിക്കുക. അവർ പ്രാർത്ഥനകൾ മാറി മാറിയൊക്കെ ചൊല്ലും. നമ്മൾ ഇടയ്ക്ക് ഈ സമൂഹ ബലി എന്നൊക്കെ പറഞ്ഞിപ്പോൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് 3 ത്രോണോസ് പള്ളിയിൽ വെക്കുന്നത് തന്നെ ഓർത്തഡോക്സ് പാരമ്പര്യത്തിലുള്ളതല്ല. ഒരു ത്രോണോസേ ഉള്ളൂ. അപ്പൊ നമ്മള് 3ഉം 5ഉം കുർബാന എന്നൊക്കെ പറയുമ്പോ 5 പ്രാവശ്യം ക്രൂശിക്കപ്പെട്ട അങ്ങനത്തെ ഒരു ഇതല്ലേ, വിശ്വാസമല്ലേ വരിക? അതെ, അത് ഞാൻ പറഞ്ഞല്ലോ. ഇത് ശരിയല്ല എന്ന് പറഞ്ഞ ഒരു ഓർത്തഡോക്സ് പെർസ്പെക്റ്റീവിൽ നമുക്കതില്ല. പക്ഷെ ഇപ്പൊ അതെല്ലായിടത്തും ഒക്കെ ആയിപ്പോയി. അതിനെയും മാറ്റണമെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. പിന്നെ ചില സ്ഥലങ്ങളില്, വലിയ പള്ളികളില് പ്രായോഗിക തലത്തിൽ ഇപ്പോഴും അത് ഇപ്പോൾ അങ്ങനെ നടക്കുന്നില്ലെങ്കിലും പണ്ട് ഉണ്ടായിരുന്നു. ഒരു ദിവസം തന്നെ ഒരു വൈദികൻ അല്ലെങ്കിൽ ആ പള്ളിയിൽ പല കുർബാന നടത്തേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ ഇത് ഉപയുക്തമായിരുന്നു. എന്തായാലും ഞാൻ പറയട്ടെ, മറ്റ് ഓർത്തഡോക്സ് സഭകളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിത് ആ പാരമ്പര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്.
അതിലൊന്നാണിത്. അതുകൊണ്ട് കഴിവതും ഒരു കുർബാനയാണ് നമ്മുടെ പാരമ്പര്യത്തിലുള്ളത്, അതങ്ങനെ ചൊല്ലുന്നതാണ് നല്ലത്. ഓക്കെ, ജേക്കബ് മാത്യു അച്ഛൻ അതിനെ കുറിച്ചാണോ പറയാനായിട്ട് ഉദ്ദേശിച്ചാണോ ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്നത്? അതെ അച്ഛാ, താങ്ക് യു തിരുമേനി. എനിക്ക് ഐ എം സോ ഹാപ്പി ദാറ്റ് യു സെഡ് ഇറ്റ്. 1000 times ഐ റിയലി വാണ്ട് ടു സേ, ഈ 3 ത്രോണോസ് വെക്കുന്നതും അനാവശ്യമായ കാര്യമാണ്. പരിശുദ്ധ ഓർത്തഡോക്സ് സഭയിൽ ഒരിടത്തും അതില്ലാത്തതാണ്. നമുക്ക് കത്തോലിക്ക കേൾക്കത്തില്ലേ? കത്തോലിക്ക സഭയിലാണ് ഈ 3 ത്രോണോസും 5 ത്രോണോസും ഒക്കെയുള്ള ഒരു സംഗതി വെച്ചിരിക്കുന്നത്. അവർക്ക് ഒരച്ഛന് പലതവണ കുർബാന ചൊല്ലാം, പലതവണ പല ത്രോണോസിൽ ഒരാൾക്ക് തന്നെ ഒരു ത്രോണോസിൽ തന്നെ പലർക്ക് കുർബാന ചൊല്ലാം, ഒരു ദിവസം എത്ര തവണ വേണമെങ്കിലും ചൊല്ലാം. അങ്ങനത്തെ ഒരു സംസ്കാരം കാത്തലിക് ചർച്ചിലുണ്ട്. നമ്മുടെ സഭയിൽ 1498 പോർച്ചുഗീസുകാരുമായി ബന്ധം വന്നതിന് ശേഷം കത്തോലിക്കരുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സഭയിലും കടന്നുകൂടിയിട്ടുണ്ട്. അതിന്റെ ഒരു റെമനന്റ് ആണ് ഈ 3 കുർബാനയും 5 കുർബാനയും എന്നൊക്കെ ഉള്ളത്. അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്, ഒരു നമസ്കാരമേശ അല്ല പള്ളി വേണ്ടത്, 2 നമസ്കാരമേശ. കാരണം 2 ഗൂത, സ്പൈസ്മനയിൽ ചെന്ന് അങ്ങനെയാണ് കാണുന്നത്, 2 ഗൂത ആയിട്ട് നിന്ന് പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ 2 ഗൂതായിട്ട് നിന്ന് പ്രാർത്ഥിക്കുന്നിടത്ത് ഈ നമസ്കാര മേശയിൽ ത്രോണോസ് പോലെ മെഴുതിരിക്കാലും കുരിശും അല്ല വെക്കേണ്ടത്, നമസ്കാര പുസ്തകങ്ങളും വെക്കേണ്ടത്. ഇതും നമ്മുടെ ആളുകൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. നല്ല ചോദ്യം, വളരെ നല്ല ഉത്തരം. സോ ഹാപ്പി. ഈ 3 കുർബാന എന്ന് പറഞ്ഞ പ്രസ്ഥാനം അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞു പോയി. ഓക്കെ, നമുക്ക് നമ്മുടെ സമയം ഏതാണ്ട് കഴിയാറായി. തിരുമേനി അനുവദിക്കുന്നുണ്ട് 1-2 ക്വസ്റ്റിനോട് ചോദിക്കാമല്ലോ തിരുമേനി? സമയം 9 മണിയായി. നമ്മൾ കുട്ടികൾ ചോദിച്ച ചോദ്യങ്ങളൊക്കെ തീർന്നു? ഇല്ല, തീർന്നിട്ടില്ല, ഇനിയുണ്ട്. ഇവരുടെ 3-4 ചോദ്യങ്ങളുടെ കുട്ടികളുടെ ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ, മെറിനെ ചോദിച്ചു. തോമസ് ജോർജ് ഒളവക്കോട്: പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. മാത്യു 26:39. സകലതും അറിയുന്ന ക്രിസ്തു എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചത്? ഈ ക്രൂശിൽ കിടന്നുകൊണ്ടുള്ള വചനങ്ങളിൽ മിക്കതും ഒക്കെ തന്നെ യഹൂദ പാരമ്പര്യത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. എന്നാൽ ഇവിടെ അതിനകത്തും ഒരു കർത്താവിന്റെ ദൈവത്വവും മനുഷ്യത്വവും തമ്മിലുള്ള ഒരു സംഘർഷത്തെക്കുറിച്ച് പിതാക്കന്മാരുടെ എഴുത്തുകളിൽ വായിച്ചിട്ടുണ്ട്. എന്നാൽ ഉടനെ തന്നെ കർത്താവ് മാറ്റി പറയുന്നുണ്ട്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറണമേ എന്ന് തന്നെ പ്രാർത്ഥിച്ച് അത് പൂർത്തീകരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഈ കർത്താവ് വന്നതും ഭൂമിയിൽ ജനിച്ചതും ഒക്കെ ഇതിനു വേണ്ടി തന്നെയാണ്. അതിനെ നീക്കിക്കളയുക എന്നുള്ളത് ഒരു യഹൂദ പാരമ്പര്യത്തിലെ വേദന ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു വാക്കായിട്ട് മാത്രം കണ്ടാൽ മതിയാകും. എന്നാൽ കർത്താവ് അതിനോട് ചേർത്ത് തന്നെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറ്റണമേ എന്ന് ഉടനെ തന്നെ പ്രാർത്ഥിക്കുന്നതായിട്ടൂടെ ചേർത്ത് വേണം. ഇതിനെ മാത്രം അടർത്തി എടുത്ത് വ്യാഖ്യാനിച്ചാൽ അത് വളരെ തെറ്റായ ഒരു വ്യാഖ്യാനമായിട്ട് മാറും. ആ ഭാഗം മുഴുവനായിട്ട് കളക്റ്റീവായിട്ട് വായിക്കുവാനും ധ്യാനിക്കുവാനും ശ്രദ്ധിക്കണം. കേൾക്കുന്നില്ല. മെറിന്റെ എന്റെ കണക്ഷനാണോ മെറിന്റെ കണക്ഷനാണോ? മെറിന്റെ പ്രോബ്ലം കേൾക്കാമോ? എന്തിനാണ് ചില മനുഷ്യരെ വിശുദ്ധർ എന്ന് വിളിക്കുന്നത്? ദൈവം ഒരുവനല്ലാതെ വിശുദ്ധൻ ആരുമില്ലല്ലോ. വിശുദ്ധൻ എന്ന പേരിന് പകരം തിരഞ്ഞെടുക്കപ്പെട്ടവൻ എന്ന് വിളിച്ചാൽ പോരെ? ഞാനത് മുമ്പേ നൽകിയായിരുന്നു. എനിക്ക് തോന്നുന്നു ചില ആളുകൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതൊരു ലാംഗ്വേജിന്റെ ലിംഗ്വിസ്റ്റിക് ഇഷ്യൂ ആണ്. ഹോളി എന്ന വാക്കാണ് ദൈവത്തെ അഭിസംബോധന ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. മറ്റുള്ളതെല്ലാം സെയിൻസ് ആണ്. അതുകൊണ്ട് പരിശുദ്ധൻ, വിശുദ്ധൻ എന്നൊക്കെയുള്ള ഒരു വാക്ക് മാത്രമേ മലയാളത്തിലുള്ളൂ എന്നുള്ളത് കൊണ്ട് അത് ഉപയോഗിക്കുന്നു. എന്നാൽ അങ്ങനെയല്ല അതിൻ്റെ വ്യാഖ്യാനം, അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല. ദൈവം ഉണ്മയിൽ എസൻസിൽ വിശുദ്ധനാണ്, മറ്റേത് നൽകപ്പെട്ട വിശുദ്ധിയാണ്, അത് സെയിൻസ് ആണ്. നമ്മൾ മാമോദിസ ഏറ്റവരെ എല്ലാവരെയും പൗലോസ്ലീഹ വിശുദ്ധരെന്ന് തന്നെയാണ് സംബോധന ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൂടെ ഓർമ്മിപ്പിക്കും. നമ്മുടെ സഭ സുറിയാനി ഭാഷയ്ക്ക് ഇത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആരാധന സുറിയാനിയാണ്.
സുറിയാനി ഭാഷയിൽ നിന്ന് ഇപ്പോൾ തർജ്ജിമകൾ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അത് മലയാളത്തിലേക്കും മറ്റ് ലാംഗ്വേജിലേക്കും ഒക്കെ തർജ്ജിമ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആരാധന ക്രമം സുറിയാനി ആരാധനക്രമം തന്നെയാണ്. അത് നിലനിർത്തണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ അതിനകത്തൊരു എക്സ്പേർട്ടൊന്നുമല്ല, എങ്കിൽ പോലും അത് നിലനിർത്തണം. പിന്നെ നമുക്ക് ട്രാൻസ്ലേഷൻ ആവശ്യമാണ്. എല്ലാ ലാംഗ്വേജിലേക്കും അത് ട്രാൻസ്ലേറ്റ് ചെയ്യണം. എങ്കിൽ പോലും അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റ് തീർച്ചയായിട്ടും നമ്മൾ കീപ്പ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയൊരു ട്രഷറി ആയിട്ടാണ് ഞാനത് മനസ്സിലാക്കുന്നത്. അത് നഷ്ടപ്പെടുത്തുവാൻ പാടില്ല എന്നുള്ളത്. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇപ്പോൾ നമ്മുടെ ആരാധനാ കാര്യങ്ങളൊക്കെ കുറെ കൂടെ ശ്രദ്ധയോടെ പഠിക്കുവാൻ, സുറിയാനി പഠിക്കുവാൻ നമ്മുടെ ചെറുപ്പക്കാർ, കുട്ടികൾ തയ്യാറാകുന്നുണ്ട് എന്നുള്ളത്. അത് ആരാധനാ ഭാഷയോടും സഭയുടെ ഈ പറയുന്ന വിശ്വാസ പാരമ്പര്യത്തോടും അടുത്ത് നിൽക്കുവാൻ താല്പര്യമുള്ളവർ കാണിക്കുന്ന ഈ ശുഷ്കാന്തി വളരെയധികം നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. കൂടുതൽ ആളുകൾ അത് പഠിക്കുവാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ ഉത്തരം കിട്ടിയെന്നാണ് എൻ്റെ വിചാരം. എന്നാലും നമ്മുടെ ആരാധന സുറിയാനിയാണ്. സുറിയാനിയിൽ നിന്ന് ഇപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. മദ്ബഹായിലെ ശുശ്രൂഷക്കാർ എന്തിനാണ് ശുശ്രൂഷക്കുപ്പായം ധരിക്കുന്നത്? എല്ലാ സ്ഥാനങ്ങൾക്കും അത്തരത്തിലുള്ള അംശവസ്ത്രങ്ങൾ നൽകാറുണ്ട്. അംശവസ്ത്രം എന്നുള്ളൊരു നിലയിൽ അതിനെ പറയാനായിട്ട് കഴിയുകയില്ല. എല്ലാവരും മാമോദീസ ഏൽക്കുമ്പോൾ ലഭിക്കുന്നത് വെള്ള വസ്ത്രമാണ്. വെള്ള വസ്ത്രത്തിലാണ് കുഞ്ഞിനെ സ്വീകരിക്കുന്നത്. മദ്ബഹായിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്ക് പ്രത്യേകമായ ശുശ്രൂഷ കുപ്പായം നൽകുന്നു. അത് വെളുത്ത കുപ്പായമായതുകൊണ്ട് വെണ്മയുള്ള ജീവിതത്തിന്റെ സിമ്പലാണ്. മാലാഖമാർക്കടുത്തുള്ള ജീവിതത്തിന്റെ സിമ്പലാണ്. അതിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറുമ്പോൾ അവരുടെ വെസ്റ്റ്മെന്റ്സിന് വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കും. അത് ഷമ്മാശനാകുമ്പോൾ, അതുപോലെ തന്നെ പുരോഹിതനാകുമ്പോൾ, മെത്രാപ്പൊലിത്ത ആകുമ്പോഴൊക്കെ ഓരോ സ്ഥാനത്തിനനുസരിച്ചുള്ള വസ്ത്രങ്ങളാണ് അവർക്ക് നൽകുന്നത്. ശുശ്രൂഷക്കാർക്ക് അത് വെള്ളക്കുപ്പായം നൽകി വെണ്മയിലേക്കും വിശുദ്ധിയിലേക്കുമുള്ള ശുശ്രൂഷക്കാരെ വിശുദ്ധ കുർബാനയ്ക്ക് ആരാധനയ്ക്ക് പ്രവേശിക്കുന്നതിന് മുമ്പോൾ വെള്ളവസ്ത്രം ധരിക്കുമ്പോഴുള്ള പ്രാർത്ഥന ശ്രദ്ധിച്ചാലും അത് മനസ്സിലാകാവുന്നതാണ്. തിരുമേനി, ഒരു സംശയം. അതായത് ശുശ്രൂഷ കുപ്പായം ശുശ്രൂഷക്കാർ മാത്രമല്ല, കുർബാന അർപ്പിക്കുന്ന പുരോഹിതന്മാർ മുതൽ കാതോലിക്ക ബാവ വരെ ശുശ്രൂഷ കുപ്പായം ഇട്ടതിന് ശേഷമല്ലേ അതിന് മുകളിൽ കാപ്പയിടുന്നത്? അടിസ്ഥാനപരമായ എല്ലാ വൈദിക സ്ഥാനങ്ങൾക്കും ലഭിക്കുന്ന അടിസ്ഥാന വസ്ത്രമാണ് ശുശ്രൂഷ കുപ്പായം എന്ന് പറയുന്നത്. എല്ലാവർക്കും ഉണ്ട്. കാതോലിക്ക ബാവയ്ക്ക് മുതൽ താഴോട്ട് എല്ലാവർക്കും ഉണ്ട്. മദ്ബായിൽ കയറുന്നവർക്കും വരെയുണ്ട്. പറഞ്ഞാൽ അത് ആദ്യത്തെ വസ്ത്രം നൽകുന്നത് അതാണ്. അതിന് ശേഷം അതിന്റെ ബേസ് ചെയ്താണ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഉണ്ട്. ജഗമാധ്യക്ഷൻ എന്താ പറയുന്നത്? ജഗമാധ്യക്ഷൻ പറഞ്ഞോ. ഞാൻ ഒരു കാര്യം ആഡ് ചെയ്തിട്ട് തിരുവേനി, ഈ വെള്ളക്കുപ്പായം മദ്ബഹായിലേക്ക് പ്രവേശിക്കുമ്പോൾ കൊടുക്കുന്നു എന്ന് പറയുന്നത് പരിശുദ്ധ മാമോദീസായുടെ അടയാളമായിട്ടാണ്. അത് പ്രത്യേകിച്ച് ഒരു കുപ്പായം എന്നുള്ള നിലയിൽ ഈ വ്യക്തി പ്രത്യേക ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ആളുകളെ അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ കൂടിയാണ് ഈ വെള്ളക്കുപ്പായം. അതുകൊണ്ട് തന്നെ പള്ളിയിൽ നമ്മൾ പോകുമ്പോൾ എന്ത് വേഷം ധരിക്കണം എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പം നമ്മൾ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ എത്ര കളർഫുൾ ആയിട്ടുള്ള വേഷങ്ങളും ധരിച്ചാ വരുന്നേ. സത്യത്തിൽ പള്ളിയിൽ നമ്മൾ പോകുമ്പോൾ ധരിക്കേണ്ടിയിരിക്കുന്ന വേഷം വെള്ളയാണ്. അത് ഞാൻ ഓർക്കുന്നുണ്ട്, അഭിനന്ദ തിരുവേനിക്കും അറിയാം, പ്രായമുള്ള എല്ലാവർക്കും അറിയാം. ഒരു 40 വർഷം മുമ്പ് പള്ളിയിൽ പോയാൽ എല്ലാ ആളുകളും വെളുത്ത വസ്ത്രം ധരിച്ചിരുന്നത്. ഒരു 45 വർഷം മുമ്പ് പള്ളി പോകുന്നവർ എല്ലാം വെള്ള വേഷം ധരിച്ചേ പള്ളി വരത്തുള്ളായിരുന്നു. ഇപ്പൊ അത് പല കളറായിപ്പോയി. നമ്മുടെ മാമോദീസായുടെ പരിശുദ്ധ മാമോദീസ നമ്മൾ സ്വീകരിച്ചതിന്റെ അടയാളമാണ് ഈ വെള്ള വസ്ത്രം. അതുകൊണ്ട് ശുശ്രൂഷ കുപ്പായം ധരിക്കുന്നവർ മാത്രമല്ല, എല്ലാവരും വെള്ള തന്നെയാണ് ധരിക്കേണ്ടത്. അത് ഒന്നുകൂടെ അടിവരായിട്ട് പറയണം. ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറയാ. കോനാട്ട് അച്ഛൻ, ബഹുമാനപ്പെട്ട ഡോക്ടർ ജോൺ സേബ്രാം കോനാട്ട്, അതായത് വൈദിക സെമിനാരിയുടെ പ്രിൻസിപ്പൽ ആയിരിക്കുന്നത്, മുൻ പ്രിൻസിപ്പലായിരുന്നു അച്ഛൻ. അച്ഛന്റെ അമ്മ കടന്നുപോയപ്പോഴത്തേക്ക് അമ്മച്ചി ഒരു 3 മാസം മുമ്പ് അച്ഛന് ഒരു വെള്ളക്കുപ്പായം, ശുശ്രൂഷ കുപ്പായം എടുത്ത് അച്ഛൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കഴുകി വെച്ചേക്കണം എന്ന് പറഞ്ഞു.
ഇത് കഴുകി വെച്ചിട്ട് എന്തിനാന്ന് ചോദിച്ചുകൊണ്ട് അമ്മച്ചി പറഞ്ഞു, ഞാൻ എന്നെ അടക്കുമ്പോൾ ഈ കുപ്പായം ധരിപ്പിച്ചു വേണം അടക്കാൻ. എനിക്കിത് വലിയ ഭയങ്കരമായി എൻ്റെ കണ്ണ് തുറപ്പിച്ച വലിയ അറിവായിരുന്നത്. ഇന്ന് നമ്മുടെ ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈവൻ ശവസംസ്കാരം നടത്തുമ്പോൾ പോലും ഈ വെള്ളക്കുപ്പായം ധരിപ്പിച്ച് അടക്കുന്ന പതിവ് ആ സുറിയാനിക്കാർക്ക് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ മാമോദീസ ഏറ്റു എന്നുള്ളതിന്റെ അടയാളമാണ് അത്. അതിൽ നിന്ന് വ്യക്തമായിട്ടുണ്ടാവുമല്ലോ എന്തുകൊണ്ടാണ് വെള്ളക്കുപ്പായം ധരിക്കുന്നത്, എന്തുകൊണ്ടാണ് എല്ലാവരും വെള്ളവസ്ത്രം ധരിക്കേണ്ടത് പള്ളിയിൽ പോകുമ്പോൾ. താങ്ക് യു. ഓക്കെ, നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാനായിട്ട് സമയം കഴിഞ്ഞിരിക്കുകയാണ്. തിരുമേനി അവസാനിപ്പിക്കാം. ആരെങ്കിലും ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? സനു? ഞാൻ ചോദിച്ചു, തിരുമേനി ഉത്തരം പറഞ്ഞു. ഓക്കെ. വേറെ ആർക്കെങ്കിലും? പോൾസൺ ഹാൻഡ് റേസ് ചെയ്തുകൊണ്ടാണ് ചോദിക്കുന്നത്. വേറെ ആർക്കെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് മുതിർന്നവർക്ക് കൂടി വേറൊരു സെഷൻ നമുക്ക് നടത്താവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു ലിങ്ക് തരാം. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ ആ ക്വസ്റ്റ്യനോട് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വേറൊരു സെഷൻ നടത്താം. ഉണ്ടാവും. അതായത് മുതിർന്നവർക്ക് മാത്രമല്ല, അതായത് ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ 45 വയസ്സിന് താഴെയുള്ളവരും ഏറ്റവും സംശയമുള്ള അവർക്കാണ്, പിള്ളേരടക്കം യുവജന വിദ്യാഭ്യാസം MGOCSഉം അതുപോലെ തന്നെ 45 വയസ്സ് 50 വയസ്സിന് ഉള്ളിലുള്ള കുറച്ചറിയാം എന്നാൽ എല്ലാം അറിയാത്ത ആൾക്കാരും ഉൾക്കൊള്ളുന്ന ഒരു ഗ്രൂപ്പായിരിക്കും ഏറ്റവും ബെറ്റർ. അതായത് മുതിർന്നവർക്ക് മാത്രമായിട്ടുള്ളതിനേക്കാൾ നല്ല മുതിർന്നവർ ചോദിക്കുമ്പോൾ അത് ചെറുപ്പക്കാർക്കും യൂത്തിനും മനസ്സിലാക്കാൻ ഒന്നും കൂടി എളുപ്പമായിരിക്കും. കാരണം അപ്പൊ ഈ മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ ആ രീതിയിൽ വന്നതുകൊണ്ടും ചില കാര്യങ്ങൾ കുറച്ചറിയാമെന്ന പൂർണ്ണമായിട്ട് അറിയില്ല. അതായത് നമുക്ക് എല്ലാം അറിയുന്നവരായിട്ട് ആരും ഇല്ലെങ്കിൽ പോലും നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മളുടെ അനിയന്മാരോ അല്ലെങ്കിൽ നമ്മുടെ ചേട്ടന്മാരോ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ, അതായത് നമ്മളെപ്പോഴും ശിശുക്കളാണ്, നമ്മളെപ്പോഴും പഠിക്കുന്നവരുമാണ്. അപ്പം ജേക്കബ് മാത്യു അച്ഛനൊക്കെ വെച്ചാൽ കുറേയും കൂടി അങ്ങനെയുള്ള അച്ഛന്മാരെയും നല്ല കഴിവുള്ള നമ്മളുടെ എല്ലാവരും കഴിവില്ലാത്ത അച്ഛന്മാരെന്നല്ല, കഴിവ് അതായത് ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛന്മാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് യുവജന പ്രസ്ഥാനത്തെയും സൺഡേ സ്കൂൾ MGOCSഉം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ലിങ്കായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി ഉത്തമം. അത് പരിശുദ്ധ തിരുമേനിയുടെ അനുവാദത്തോടു കൂടി അച്ഛനോ അല്ലെങ്കിൽ ചുമതലപ്പെട്ട അതിപ്പോ എല്ലാവരെയും കൂടുമ്പോൾ അച്ഛനായാലും കുഴപ്പമില്ല, ഓബിയസൻ ചെയ്താലും കുഴപ്പമില്ല, ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. ഇങ്ങനെയുള്ള ടോക്കുകൾ, തുറന്ന സംസാരങ്ങൾ ആണ് പല സംശയങ്ങളും ദൂരീകരണം ഉണ്ടാക്കുക എന്നുള്ളതുകൊണ്ട് ഇത് നല്ലൊരു ഉദ്യമം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷത്തോടെ സ്നേഹത്തോടെ നിറഞ്ഞ നന്ദി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു കാര്യം ലാസ്റ്റില്. ഈ സഭയുടെ വിശ്വാസപരം മാത്രമല്ല സാമൂഹ്യപരമായ ചില കാഴ്ചപ്പാടുകളെ സംബന്ധിച്ച് നമ്മുടെ യങ്സ്റ്റേഴ്സിന്റെ പല ചോദ്യങ്ങളും വരുന്നുണ്ട്. അതിനെ സംബന്ധിച്ചും കൂടി അടുത്ത സെഷനിലൊന്ന് ഇൻക്ലൂഡ് ചെയ്താൽ നല്ലതായിരിക്കും. നമുക്ക് ക്വസ്റ്റ്യൻസ് നേരത്തെ തരണം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമുക്ക് എല്ലാ കാര്യത്തെയും ഒന്ന് പ്രിപ്പയർഡ് ആയിട്ട് വരുന്നതല്ലേ കുറച്ചുകൂടി ഭംഗിയാകുന്നത്. അതുകൊണ്ട് നേരത്തെ അതെ, ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാം, സബ് ക്വസ്റ്റ്യൻസ്, അല്ലാതെ വേറെ അതെ, നമുക്കത് അറേഞ്ച് ചെയ്യാം. യങ്സ്റ്റേഴ്സ് നമ്മളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് നമുക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും സാർ പറഞ്ഞ കറക്റ്റ്. ഞാനിതൊന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് എനിക്ക് 2 മിനിറ്റ് ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ കുറെ നാളുകൾക്ക് ശേഷമാണ് പ്രയോജനപ്രദമായി എന്ന് എനിക്ക് തന്നെ ബോധ്യമുള്ള ഒരു മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നത്. പ്രത്യേകിച്ചും യുവജന പ്രസ്ഥാനം MGOCSM തുടങ്ങിയ മീറ്റിങ്ങുകളിൽ ഉദ്ഘാടന സമ്മേളനവും സമാപന സമ്മേളനവും കഴിയുമ്പോൾ തന്നെ പിന്നെ പ്രധാന സെഷന് സാധാരണ കിട്ടുന്ന 1 മണിക്കൂറിൽ താഴെയാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു പൂർണ്ണമായും മിക്കവാറും ഈ സമയം നമുക്ക് സംശയ നിവാരണത്തിനും പ്രയോജനപ്രദമായും തീർക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷമാണ്. ഇതൊരു നല്ല മാതൃകയാണ്. ഇനി ഫിസിക്കലായിട്ട് മീറ്റിംഗ് കൂടുമ്പോഴും എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനായിട്ടുള്ളത് ഏത് ആത്മീയ സംഘടനകളുടേതാണെങ്കിലും ഈ ഉദ്ഘാടന സമാപന സമ്മേളനങ്ങൾ കൊണ്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കുറെ ആളുകളെ ഇങ്ങനെ സ്റ്റേജിൽ ഇരുത്തി പുകഴ്ത്താനും കുറെ ആളുകൾക്ക് പ്രസംഗിക്കാനുള്ള അവസരം ലഭിക്കുന്നതിന് അങ്ങേപ്പുറത്തേക്ക് വല്ല പ്രയോജനം ഉണ്ടാകുമോ എന്ന് ഞാൻ സംശയം. അത് വേണ്ട എന്ന് പൂർണ്ണമായി ഒഴിവാക്കണമെന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷെ ഇതുപോലെയുള്ള മീറ്റിങ്ങുകൾ കൂടുമ്പോൾ അത് യൂണിറ്റ് തലത്തിലായാലും, യൂണിറ്റ് തലത്തിൽ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് MGOCSMന്റെയും OCYMന്റെയും മീറ്റിങ്ങുകൾ കാര്യാലോചനയ്ക്കാണ് ഏറ്റവും കൂടുതൽ ടൈം. ഞാൻ ഒരു പള്ളിയില് സെമിനാരിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചെന്നപ്പോൾ അവിടുത്തെ
ചെമ്മാശനായിട്ട് ഞാൻ മർത്തമറിയ സമാജത്തിന് മീറ്റിങ്ങിന് ക്ലാസ് എടുക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ സെക്രട്ടറി എന്നോട് പറഞ്ഞു, ചെമ്മാച്ച 5 മിനിറ്റ് പ്രസംഗിക്കാമോ? ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവരൊരു 10 മിനിറ്റ് എനിക്ക് തന്നു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് നേരം. അവർ ആ വർഷം ദുഃഖവെള്ളിയാഴ്ച അച്ചാർ ഇടുന്നതിനെ കുറിച്ച് 15 മിനിറ്റാണ് ചർച്ച ചെയ്തത്. എല്ലാ വർഷവും ഇടുന്ന അച്ചാറിനെ കുറിച്ചാണ്. അച്ചാർ ഇടാൻ 15 മിനിറ്റും വചനം സംസാരിക്കാൻ 10 മിനിറ്റും. ഈ റേഷ്യോ മാറണം. നമുക്ക് ആവശ്യമായിരിക്കുന്നത് നമ്മുടെ എല്ലാ ആധ്യാത്മിക സംഘടനകളിലും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പഠിക്കുവാനും പഠിപ്പിക്കുവാനുള്ള അവസരമായിട്ടിത് ഈ 2 സംഘടനകളുടെയും OCYM-ന്റെയും MGOCSM-ന്റെയും പ്രധാന മോട്ടോയിൽ ആരാധന, പഠനം, സേവനം എന്നുള്ളതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും കുറെ കൂടെ എംഫസൈസ് ചെയ്യണം. ഇന്ന് വളരെ സന്തോഷമായിട്ട് എനിക്ക് തോന്നി. രണ്ടാമതായിട്ട് ഇന്ന് നടന്ന ചർച്ചയിൽ നിന്ന് ബോധ്യമായിട്ടുള്ള ഒരു കാര്യം, അതെല്ലാവർക്കും അറിയാവുന്നതാണ്, കുട്ടികൾക്ക് മാത്രമല്ല പ്രായമുള്ളവർക്കും പഠനം ആവശ്യമാണ് എന്നുള്ളൊരു ബോധ്യമുണ്ട്. അത് ഇങ്ങനെ നിരന്തരമായി സംഭവിക്കേണ്ട ഒന്നാണത്. അത് വല്ലപ്പോഴും മാത്രമല്ലെങ്കിൽ ഓൺലൈനിൽ വന്നതോടുകൂടി അങ്ങനെ ഒരു പ്രയോജനം നമുക്കുണ്ടായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്താനും അതിനനുസരിച്ച് ക്രമീകരിക്കുവാനും ഇടയാകണം. അത് ഏത് മേഖലയിലാണ് എന്നുള്ളത് ബോബിയച്ചൻ അവിടുത്തെ അച്ഛന്മാരുടെ ആത്മീയ സംഘടനകളുടെ മറ്റ് അച്ഛന്മാരുമായിട്ടൊന്ന് ആലോചിച്ച് ആർക്കാണ് അത് ഹോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ HR-ന്റെ നേതൃത്വത്തിൽ അതിനത് ചെയ്യുവാനായിട്ടുള്ള ഒരു ക്രമീകരണം ചെയ്യാവുന്നതാണ്. അത് വളരെ പ്രയോജനപ്രദമായിരിക്കും. നമുക്ക് കുറെ കൂടെ സെമിനാറിലെ അധ്യാപകരെ കൂടെ അതിനകത്ത് പങ്കെടുപ്പിച്ച് കുറെ കൂടെ ഭംഗിയായിട്ട് ആ കാര്യം ചെയ്യുവാനായിട്ട് കഴിയും എന്നാണ് എൻ്റെ വിചാരം. അച്ഛൻ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള സമയത്തും നേരത്തെ തന്നെ ക്വസ്റ്റ്യനുകൾ ലഭിക്കത്തക്കവണ്ണമുള്ള ക്രമീകരണം ചെയ്യണമെന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു. മൂന്നാമതായിട്ട് എനിക്ക് ഇതിനകത്തു നിന്ന് ഇവിടെ നിന്ന് മാത്രമല്ല പൊതുവെ ഞാൻ കണ്ടുവരുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാവരും കുഞ്ഞുങ്ങളെയും യുവാക്കളെയും കുറിച്ച് വളരെയധികം കൺസേൺഡ് ആണ്. അവർ നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളതിനെ കുറിച്ച്. അത് തീർച്ചയായിട്ടും നല്ലൊരു കൺസേൺ തന്നെയാണ്. പക്ഷെ ഇത് വീട്ടിൽ കൂടെ പഠിപ്പിക്കുന്ന ഒരു സംവിധാനം, അത് പ്രായമുള്ളവർ എക്വിപ്ഡ് ആവുക എന്നുള്ളതാണ്. അതല്ലാതെ എനിക്കറിയാം നിങ്ങളാരും പള്ളി വിട്ടോ സഭ വിട്ടോ പോവുകയില്ല, ഇതിനകത്ത് തന്നെ കാണും. പക്ഷെ ആ നിൽക്കുന്നത് വിശ്വാസത്തിന്റെ ആഴത്തിലുള്ള നിൽപ്പാണോ അതോ ആചാരാനുഷ്ഠാനങ്ങളിലെ സംതൃപ്തിയുടെ അടിസ്ഥാനത്തിലുള്ള നിൽപ്പാണോ എന്നുള്ളതിനെ കുറിച്ചൊരു വീണ്ടും വിചാരം ഉണ്ടാകും. ഞാൻ വീണ്ടും പറയുകയാണ്, വിശ്വാസത്തെക്കുറിച്ച് നമുക്കൊരു കൺവിക്ഷൻ ഉണ്ട്, ഒരു ബോധ്യമുണ്ട്. പഴയ തലമുറ ചെയ്തു വന്ന ചില കാര്യങ്ങൾ ഞങ്ങളും ചെയ്യണം എന്ന് മാത്രമുള്ള ഒന്നിന്റെ അടിസ്ഥാനത്തിലാണോ നമ്മൾ ഈ സഭയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് സ്വയമായി പഠിക്കുവാൻ ഇന്ന് ധാരാളം സോഴ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് നെറ്റിൽ സെർച്ച് ചെയ്യുന്നവർ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 3 സ്ട്രീമിലുള്ള തോട്ട്സുകളും അതോടൊപ്പം എന്ന് പറഞ്ഞാൽ ഓർത്തഡോക്സ്, കാത്തലിക്, പ്രൊട്ടസ്റ്റന്റ് തോട്ട്സുകളും ഇപ്പോൾ ലിബറൽ തോട്ട്സുകളും ഒക്കെ ലഭ്യമായിട്ടുണ്ട്. അതിനകത്ത് ഈ സഭയുടെ വിശ്വാസം പഠിക്കത്തക്കവണ്ണമുള്ള സെർച്ചുകൾ ഉണ്ടാവുകയും ഓർത്തഡോക്സ് സഭയുടെ സൈറ്റുകൾ അതുപോലെയുള്ള ലേഖനങ്ങൾ കുറച്ചെങ്കിലും ഒന്ന് വായിക്കുവാനായിട്ടുള്ള വ്യക്തിപരമായ ഒരു തീരുമാനവും പരിശ്രമവും ഉണ്ടാവുകയും ചെയ്യുമ്പോൾ മാത്രമേ, കുഞ്ഞുങ്ങൾ മാത്രമാണ് ഇതിൻ്റെ അകത്തെ പ്രതിസന്ധി, ചെറുപ്പക്കാർക്കാണ് പ്രതിസന്ധി എന്ന് മാത്രം ഞാൻ ചിന്തിക്കുന്നില്ല. വിശ്വാസ കാര്യത്തിൽ എല്ലാ ഏജിലുള്ളവർക്കും പ്രതിസന്ധി ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എല്ലാ മേഖലകളിലുള്ളവർക്കും പഠനം ആവശ്യമാണ്. അത് പഠിത്തവുമായിട്ട് ബന്ധമില്ല, ധ്യാനമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഞാനത് പല പ്രസംഗങ്ങളിലും ചോദിച്ചിട്ടുണ്ട്. വിശുദ്ധ വേദപുസ്തകം ഒരാവർത്തിയെങ്കിലും വായിച്ചു തീർന്നിട്ടുള്ള എത്ര ശതമാനം ആളുകൾ ഈ സഭയിലുണ്ട്? അതുപോലും നമുക്ക് കൃത്യമായി നിർവഹിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് നമ്മുടെ വിശ്വാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്വയമായി വായിക്കുവാനും ധ്യാനിക്കുവാനും വേദപുസ്തകത്തെ 2 വിധത്തിൽ സമീപിക്കണം. ഒന്ന്, ധ്യാനപൂർവമായ വായന ഉണ്ടാകണം. 2, പഠിക്കുവാനായിട്ടുള്ള വായനകളും പഠനങ്ങളും ഉണ്ടാകണം. അപ്പോൾ അതിനോട് ചേർത്ത് പിതാക്കന്മാരുടെ വ്യാഖ്യാനങ്ങളോടെ നമ്മൾ വായിക്കുമ്പോൾ മാത്രമേ സഭയുടെ വിശ്വാസം പൂർണ്ണമായി നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ എന്നുള്ളത് കൂടെ നാം ഓർക്കുക. എന്തായാലും ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. ഒരുപക്ഷെ ബാബാ തിരുമേനി പല സെഷനിൽ ഇതിൽ വന്ന് സംബന്ധിച്ചതിൻ്റെ പ്രധാന കാരണം ഏറ്റവും പ്രയോജനപ്രദമായ ഒരു സെഷൻ എന്നുള്ള നിലയിൽ തന്നെയാകും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് MGOCSM-ന്റെ ചുമതലക്കാരോട് പ്രത്യേകമായിട്ടുള്ള സന്തോഷവും നന്ദിയും അറിയിക്കും.
താങ്ക് യു തിരുമേനി. നമുക്ക് നന്ദി പറയാനായിട്ട് കൺക്ലൂഡ് ചെയ്യാണ്. നന്ദി പറയാനായിട്ട് നമ്മുടെ നിലമ്പൂർ ഡിസ്ട്രിക്ട് എംജിഒസിസം ആർട്സ് ആൻഡ് സ്പോർട്സ് സെക്രട്ടറി ആയിരിക്കുന്ന അപർണ പൗലോസിനെ ക്ഷണിക്കുകയാണ്. ഹലോ സർ, ഓഡിബിൾ അല്ലേ? മലബാർ ഭദ്രാസന എൻജിഒസിസം നടത്തുന്ന ഈ ഓൺലൈൻ ചോദ്യോത്തരമേളയിൽ വന്ന് സംബന്ധിച്ച എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ് ഇന്നത്തെ എന്റെ കർത്തവ്യം. ആദ്യമായി ഇന്നത്തെ പരിപാടിയിൽ പ്രധാന കാർമ്മികത്വം വഹിച്ച മലബാർ ഭദ്രാസന മെത്രാപോലിത്തയായും മലബാർ ഭദ്രാസന എൻജിഒസിസം പ്രസിഡന്റുമായ അഭിവന്ദ്യ ഡോക്ടർ എബ്രഹാം മാർ സെറാഫിം തിരുമനസിന് മലബാർ ഭദ്രാസന എൻജിഒസിസത്തിന്റെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതുപോലെ മലബാർ ഭദ്രാസന എൻജിഒസിസം വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന വന്യനായ ബോബി അച്ഛനോടുള്ള നന്ദിയും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്നീ പരിപാടിയിൽ വന്ന് സംബന്ധിച്ച വൈദിക ശ്രേഷ്ഠർ, പ്രധാനമായും എംജിഒസിസം പെരിന്തൽമണ്ണ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് തോമസ് തടത്തിൽ അച്ഛൻ, പാലക്കാട് ഡിസ്ട്രിക്ട് പ്രസിഡന്റ് അരുൺ അച്ഛൻ, കോഴിക്കോട് ഡിസ്ട്രിക്ട് പ്രസിഡന്റ് അജി അച്ഛൻ, നിലമ്പൂർ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ബിനു അച്ഛൻ, കൂടാതെ വന്ന് സംബന്ധിച്ച എല്ലാ വൈദിക ശ്രേഷ്ഠരോടുമുള്ള നന്ദിയും അറിയിക്കുന്നു. ഇന്നീ പരിപാടിയിൽ കോമ്പറിംഗ് നടത്തിയ ഡോക്ടർ മെറിൻ സൂസനോടുള്ള നന്ദിയും അറിയിക്കുന്നു. ഇന്നീ പരിപാടിയിൽ സ്വാഗതം അറിയിച്ച നിലമ്പൂർ സെന്റർ എംജിഒസിസം പ്രസിഡന്റായ ഷെബിനോടുള്ള നന്ദിയും അറിയിക്കുന്നു. അതുപോലെ തന്നെ മലബാർ ഭദ്രാസന എംജിഒസിസം പ്രസിഡന്റായ അലക്സിനോടുള്ള നന്ദിയും അറിയിക്കുന്നു. ഇന്നീ പരിപാടിയുടെ മീറ്റിംഗ് കൺട്രോൾ ചെയ്യുന്നത് ജെറിയുടെ നേതൃത്വത്തിലുള്ള കത്തീഡ്രൽ മീഡിയ വിംഗ് ആണ്. അവരോടുള്ള നന്ദിയും അറിയിക്കുന്നു. അതുപോലെ ഇന്നീ പരിപാടിയിൽ വന്ന് സംബന്ധിച്ച എല്ലാ എംജിഒസിസം പ്രസ്ഥാന പ്രവർത്തകരും പ്രതിനിധികൾ ഇതിൽ സംബന്ധിച്ച എല്ലാവരോടുള്ള നന്ദി ഒറ്റവാക്കിൽ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. താങ്ക് യു ഓൾ. ഏതാണ്ട് നമ്മൾ 130ഓളം ഉപകരണങ്ങൾ കയറി, ഏതാണ്ട് 500-ലധികം പേര് കയറി. ഒരു ഉപകരണത്തിൽ 4 പേര് വെച്ച് കയറിയാൽ തന്നെ 500-ന്റെ അധികമായിട്ടുണ്ട്. വളരെ സന്തോഷം. നിങ്ങളോട് എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. നമ്മൾ ഈ സെഷൻ തുടരും. തിരുമേനിയുടെ ആശീർവാദത്തിനും പ്രാർത്ഥനയ്ക്കുമായിട്ട് തിരുമേനിയെ ക്ഷണിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമേൻ. മഹാകാരുണ്യവാനും സ്നേഹവാനുമായ കർത്താവ്, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ മാധ്യമത്തിലൂടെ അങ്ങയുടെ സന്നിധിയിൽ വരുവാനും പഠിക്കുവാനും ആലോചനകൾ പങ്കുവെക്കുവാനും കൂട്ടായ്മ ആചരിക്കുവാനും അവിടുന്ന് നൽകിയ അവസരത്തിനായി അങ്ങേ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പരിവർത്തിച്ച് ഞങ്ങൾക്ക് ആവശ്യമുള്ളത് അറിയുവാനുള്ള കൃപ അവിടുന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജ്ഞാനവും പരിജ്ഞാനവും ഞങ്ങൾക്ക് നൽകണം. ലോകത്തെ ബാധിച്ചിരിക്കുന്ന ഈ മഹാമാരി ഞങ്ങളിൽ നിന്ന് നീക്കി ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവരെ സൗഖ്യമാക്കണമേ. ചികിത്സാ രംഗത്തുള്ള സഹായ രംഗങ്ങളിലുള്ള എല്ലാവരെയും അവിടുന്ന് സംരക്ഷിക്കണമേ. ഞങ്ങളുടെ പാപരോഗങ്ങളെ സൗഖ്യമാക്കണമേ. പരിശുദ്ധ സഭയെ അനുഗ്രഹിക്കണമേ. ഇത് സാക്ഷ്യമുള്ളൊരു സഭയായി മാറണമേ. സുവിശേഷം പ്രചരിപ്പിക്കുന്ന സഭയാകണം. പരിശുദ്ധ ബാവാതിരുമേനെയും അഭിനന്ദ പിതാക്കന്മാരെയും വൈദികരെയും പരിശുദ്ധാത്മാവിൽ നിറയ്ക്കുന്നു. തുടർന്ന് നടക്കുന്ന മെത്രാൻ തിരഞ്ഞെടുപ്പിൽ വിശുദ്ധിയും ജ്ഞാനവും സാക്ഷ്യവുമുള്ളവർ തിരഞ്ഞെടുക്കപ്പെടുവാൻ കർത്താവ് ഇടയാക്കണം. അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളിലും കൂടെ ഉണ്ടാകണം. എല്ലാ ഭദ്രാസനങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് മലബാർ ഭദ്രാസനത്തെ, ഇടവകളെയും വൈദികരെയും ജനങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. എംജിഒസിഎസ്എമ്മിന്റെ ഈ മീറ്റിംഗിൽ സംബന്ധിച്ചവരെയും സഹായിച്ചവരെയും കർത്താവ് അനുഗ്രഹിക്കണം. ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് വിശ്രമവും നിദ്രയും നൽകണം. പ്രഭാതത്തിൽ തിരുമുഖം കണ്ടുകൊണ്ട് എഴുന്നേൽക്കുവാൻ ഇടയാക്കണം. വിശ്വാസികളായ വാങ്ങിപ്പോയിരിക്കുന്നവരെ സ്വർഗീയ യെരൂശലേമിൽ ആശ്വസിപ്പിക്കണം. ഞങ്ങൾ ഓരോ നിനക്കും എൻ്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം എന്നാളും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടുകൂടി വാങ്ങിപ്പോയിരിക്കുന്ന ദാസരുടെ ആത്മാക്കളോടും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. താങ്ക് യു ഓൾ.